ഞാൻ ലാസ്റ്റ് മൺഡേ വന്നപ്പോ നിങ്ങളുടെ ഓണം സെലിബ്രേഷൻ എന്തെങ്കിലും ഉണ്ടോന്ന് പറഞ്ഞില്ലേ? ഉണ്ടോ? എന്തെങ്കിലും പരിപാടി എന്തെങ്കിലും അറേഞ്ച് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, ഞാൻ പറഞ്ഞില്ല എങ്ങനെ. എന്തെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? രക്ഷ ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല. ഓക്കെ, വാ നിങ്ങൾക്ക് പ്രെയർ മുതൽ സ്റ്റാർട്ട് ചെയ്യട്ടെ. പ്രെയർ പറഞ്ഞോട്ടോ. Mr. Prayer. Dear Lord, we invite your presence into our classroom. Lord, bless each student here as well as our teachers as we embark on another day of learning. Please give us clear minds and open hearts so we can grasp the knowledge and lessons set before us. Amen. Sign and thought of the day. Signing number. പറഞ്ഞോടാ. Good morning, everyone. You are all welcome to our class. I am so happy to see you together here. I hope the program will be great and successful. I hope you will enjoy the class. Have a good time. Thank you for joining us. Thank you. Thank you. That for the day. If you want to achieve something in life, change the way, not the intention. വെൽക്കം ഓൾ ടു അവർ ന്യൂ സെഷൻ. എന്നെടുക്കുന്നത് പുതിയൊരു ചാപ്റ്റർ ആണ്. നമ്മൾ യൂണിറ്റ് 1 and 2 കംപ്ലീറ്റ് ചെയ്തു. ദെൻ മൂവ് ആകുന്നത് പുതിയൊരു ചാപ്റ്റർ ആണ് കേട്ടോ. ഓക്കെ, ചാപ്റ്ററിന്റെ പേര് മൂവ്മെന്റ്സ് എന്നാണ്. ചാപ്റ്ററിന്റെ പേജ് നമ്പർ 142 ആണ്. മൂവ്മെന്റ്സ് എന്നാണ് ചാപ്റ്ററിന്റെ പേര് കേട്ടോ. എന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് ഈ ഒരു പേര് കേട്ടപ്പോ വന്നത്, മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞപ്പോ വന്ന ഒരു കാര്യം? ചലനങ്ങളല്ലേ അല്ലെ? നമ്മള് കുട്ടികളോട് പറയാറുണ്ടല്ലേ, നമ്മള് എപ്പോഴും അതെ കുട്ടി എപ്പോഴും മൂവ് ചെയ്തോണ്ടിരിക്കും, മൂടി കളിച്ചുകൊണ്ടിരിക്കും, അനങ്ങാതൊരു സ്ഥലത്ത് ഇരിക്കില്ല എന്ന് പറയും. അടങ്ങി അധികം ഒരു സ്ഥലത്ത് ഇരിക്കില്ല എന്ന് പറയും അല്ലെ? പറയോ? ഓക്കെ, പറയാറുണ്ട്. പക്ഷെ നല്ല രീതിയിൽ കുട്ടികൾ മൂവ് ചെയ്യുന്നുണ്ട് എന്നതിന്റെ അർത്ഥം എന്താണെന്നറിയാവോ? കുട്ടികളിൽ നല്ല രീതിയിൽ കറക്റ്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് സംഭവിക്കുന്നുണ്ട് എന്നാണ്. പ്രോപ്പർ ആയിട്ടുള്ള മൂവ്മെന്റ്സ് ഉണ്ടെങ്കിൽ കുട്ടികളിൽ കറക്റ്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് ഉണ്ടെന്നാണ് മീനിങ്. ഇപ്പൊ നമ്മൾ കുട്ടികളോട് അടങ്ങി ഒതുങ്ങി ഇരിക്കുക, ഭയങ്കര ഡിസിപ്ലിൻ ആയിട്ട് ഇരിക്കുക എന്നൊന്നും റെസ്ട്രിക്റ്റ് ആയിട്ട് പറയില്ലല്ലോ, പറയരുത്. സോ നമ്മളുടെ മൂവ്മെന്റ്സും നമ്മളുടെ മെന്റൽ ഡെവലപ്മെന്റും തമ്മിൽ എന്തുണ്ട്? കണക്ഷൻ ഉണ്ട്. മൂവ്മെന്റ്സും മെന്റൽ ഡെവലപ്മെന്റും എങ്ങനെയാണ്? കണക്റ്റഡ് ആണ്. നല്ല രീതിയിൽ മൂവ്മെന്റ്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അവരുടെ കുട്ടികളുടെ മെന്റൽ ഡെവലപ്മെന്റ്, ബ്രെയിൻ ഡെവലപ്മെന്റ്, ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് വളരെ നല്ലതായിരിക്കും, നല്ല രീതിയിലായിരിക്കും. സോ മൂവ്മെന്റ്സ് ആൻഡ് മെന്റൽ ഡെവലപ്മെന്റ് എങ്ങനെയാണ്? ക്ലോസ്ലി കണക്റ്റഡ് ആണ്. ഓക്കെ, സോ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൂവ്മെന്റ്സും നമ്മളുടെ മെന്റൽ ഡെവലപ്മെന്റും തമ്മിലുള്ള ഒരു കണക്ഷനെ കുറിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിസ്കസ് ചെയ്യുന്നത്. കേട്ടോ. So Montessori said that, Dr. Maria Montessori said that movements is very important for a child development. കുട്ടിയുടെ ഡെവലപ്മെന്റിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് എന്ത്? മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്? മൂവ്മെന്റ്സ്. മൂവ്മെന്റ്സ് ആൻഡ് തിങ്കിങ് ആർ ക്ലോസ്ലി കണക്റ്റഡ്. നമ്മുടെ മൂവ്മെന്റ്സും നമ്മളുടെ തിങ്കിങ് പവർ, ഇന്റലക്ച്വൽ പവറും തമ്മിൽ എങ്ങനെയാണ്? കണക്റ്റഡ് ആണ്. Child learn better when they move and do activity. നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ ഇരുന്ന് പഠിക്കുകയാണെന്ന് വിചാരിക്കും, കുറെ നേരമായിട്ട് ഒരു സ്ഥലത്ത് തന്നെ ഇരുന്ന് പഠിക്കുകയാണ്. അതല്ല, നമ്മളൊന്ന് കുറച്ചു നേരം ഒന്ന് നടന്ന് കുറച്ചൊന്ന് മൂവ് ഒക്കെ ചെയ്തിട്ട് പഠിക്കുകയാണ്, നടന്ന് പഠിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തലയിൽ കയറുന്ന പോലെ തോന്നാറുണ്ടോ? ഉണ്ട്.
ഓക്കെ, നമ്മൾ കുറെ നേരമായിട്ട് വായിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക, കുറെ നേരമായിട്ട് നമ്മളിങ്ങനെ വായിച്ചുകൊണ്ടേ ഇരിക്കണം. മെയിൻലി ഞാൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. കാരണം ഞാൻ എപ്പോഴും ഈ വായിച്ചു പഠിക്കുന്ന സമയത്തെ എന്റെ തലയിൽ അങ്ങനെ കയറാറില്ല. നല്ല വലിയ കട്ടിയുള്ള തിയറിയും പ്രിൻസിപ്പിൾസ് ഒക്കെ പഠിക്കുമ്പോൾ ഫിലോസഫിയും സൈക്കോളജി ഒക്കെ പഠിക്കുന്ന സമയത്ത് മേ ബി എന്റെ തലയിൽ അങ്ങോട്ട് കയറാറില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് എഴുതി നോക്കും. ഒറ്റ പ്രാവശ്യം ഞാൻ അത് എന്ത് ചെയ്യും, എഴുതി നോക്കും. ഒറ്റ ടൈം മാത്രമേ ചെയ്യുള്ളൂ. അത് ഒന്ന് എഴുതി നോക്കുമ്പോൾ മേ ബി പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് അത് സ്റ്റോർ ആവുന്നത് മനസ്സിലാക്കാൻ സാധിക്കും. എത്ര വായിച്ച് പഠിച്ചാലും ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ എഴുതി നോക്കിയില്ലെങ്കിൽ എന്റെ തലയിൽ അത് കയറില്ല. നോർമലി നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങളും ശ്രമിച്ചു നോക്കാം. നമ്മൾ കുഞ്ഞുങ്ങളോട് പറയുമല്ലേ, വായിച്ചു പഠിക്കുക, സോഷ്യലൊക്കെ വായിച്ചു പഠിക്കും പിള്ളേരെ എന്ന് പറഞ്ഞ് വഴക്ക് പറയാറുണ്ടോ? അപ്പോ ആ ഒരു വായിച്ച് പഠിക്കുന്നേക്കാൾ എത്രയോ ബെറ്റർ ആണെന്നറിയാവോ ഒന്ന് എഴുതി പഠിക്കുന്നത്. കാരണം അവിടെ സംഭവിക്കുന്നത് വായിച്ചു പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നു, ജസ്റ്റ് റീഡ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എഴുതുന്ന സമയത്ത് നമ്മൾ അത് കാണുന്നുണ്ട്, കണ്ണുകൊണ്ട് അത് കാണുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ റൈറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹാൻഡ് മൂവ്മെന്റും അവിടെ പെർഫെക്റ്റ്ലി ഒക്കർ ചെയ്യുന്നുണ്ട്. കാണുന്നു, അതേപോലെ തന്നെ ഹാൻഡ് മൂവ്മെന്റും പെർഫെക്റ്റ്ലി അവിടെ സംഭവിക്കുന്നു. സോ മൂവ്മെന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, മൂവ്മെന്റ്സ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ നമ്മൾ കുട്ടികൾ അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം എന്താണ്, അവർ നല്ല രീതിയിൽ ഡെവലപ്മെന്റ് ഉണ്ട് വീട്ടില്. നമ്മൾ ഭയങ്കര കുരുത്തക്കേടാണെന്ന് പറയുമ്പോൾ അവരുടെ നല്ല രീതിയിൽ ഡെവലപ്മെന്റ് ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഭയങ്കര ലേസി ആയിരിക്കും അല്ലേ? നിങ്ങൾ ലേസി ചൈൽഡിനെ കുറിച്ചൊക്കെ പഠിച്ചില്ലേ? ഭയങ്കര മടിയന്മാരായിരിക്കും, ലേസി ആയിട്ടുള്ള ടൈപ്പ് ആയിരിക്കും അവര്. ഇപ്പൊ നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഡീവിയേറ്റഡ് ചിൽഡ്രൻസിൽ അല്ലെങ്കിൽ ചിൽഡ്രൻസിൽ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഈ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളെ നമുക്ക് കൺവേർട്ടഡ് ഇൻറ്റു നമ്മൾ നോർമൽ ചൈൽഡ് ആക്കാനായിട്ട് ഈസിലി സാധിക്കും. കാരണം അവരുടെ കയ്യിൽ നല്ല എനർജി ഉണ്ട്. ആ എനർജി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റ് ആയിട്ട് നമ്മുടെ മെറ്റീരിയൽസിലേക്ക് കൺവേർട്ട് ചെയ്ത് അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ച് അവരെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നോർമൽ ചൈൽഡ് ആക്കി മാറ്റാനായിട്ട് സാധിക്കും. സോ നോർമലൈസേഷൻ ആൻഡ് മൂവ്മെന്റ്സ് എന്താണ്, ക്ലോസ്ലി ഇന്റർ കണക്റ്റഡ് ആണ്. നോർമലൈസേഷൻ ഒക്കെയർ ആവണമെന്നുണ്ടെങ്കിൽ കുട്ടികളിൽ എന്ത് വേണം, മൂവ്മെന്റ്സ് വേണം. മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യണം, കുട്ടികളെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കണം. റിപ്പീറ്റ്ലി നമ്മൾ വർക്ക് ചെയ്യിക്കുന്നതിലൂടെ കുട്ടികൾ ആരായിട്ട് മാറും, നോർമൽ ചൈൽഡ് ആയിട്ട് മാറും. ഓക്കെ, ചൈൽഡ് ലേൺ ബെറ്റർ വെൻ ദേ മൂവ് ആൻഡ് ഡു ആക്ടിവിറ്റീസ്. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ മൂവ് ഒക്കെ ചെയ്ത് ഓടി നടന്നൊക്കെ പഠിക്കുകയാണെങ്കിൽ അവർ പെട്ടെന്നായിട്ട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ലേൺ ചെയ്യും. ഇപ്പൊ ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് ബോർഡ് യൂസ് ചെയ്യാറുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നില്ല, കുട്ടികളെ കൊണ്ട് ബോർഡിൽ എഴുതിപ്പിക്കാറുണ്ട്. ഇപ്പൊ ആൽഫബറ്റ്സ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആൽഫബറ്റ്സ് അവരോട് പറയും ബോർഡിൽ എഴുതൂ എന്ന് പറയും. ജസ്റ്റ് പറയുള്ളൂ ഞാൻ, ചുമ്മാ ബോർഡിൽ ഒന്ന് എഴുതോ. അവർ എഴുതി കഴിഞ്ഞിട്ട് വന്നിട്ട് ഇപ്പൊ കാണിച്ചു കഴിയുമ്പോൾ ഞാൻ പറയും, ഒന്ന് ബോർഡിൽ ഒന്ന് എഴുതി നോക്കി, അല്ലെങ്കിൽ അവർ ആദ്യം അത് ചെയ്ത് നോക്കി കഴിഞ്ഞിട്ട് ഒന്ന് എഴുതി നോക്കാൻ പറയും ജസ്റ്റ്. അപ്പൊ അവിടെ മൂവ്മെന്റ്സ് പോസിബിൾ ആണ്. സോ അവർ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് അത് ലേൺ ചെയ്യും. ലേണിംഗ് ഷുഡ് നോട്ട് ബി ലിമിറ്റഡ് ടു സിറ്റിംഗ് ആൻഡ് ലിസണിങ്. ജസ്റ്റ് ഒരു സ്ഥലത്ത് അടങ്ങി ഒതുങ്ങി ഇരുന്നുകൊണ്ട് പഠിക്കുമ്പോൾ അങ്ങനെയല്ല, ഒരു സ്ഥലത്ത് ഇരിക്കുക, അവിടെ ഇരുന്ന് പഠിക്കുക, അത് മാത്രമല്ല കേട്ടോ. ലേണിംഗ് എന്ന് പറയുന്നത് കുറച്ചും കൂടി മൂവ്മെന്റ്സും തമ്മിൽ നല്ല കണക്ഷൻ ഉണ്ട്. നമ്മൾ നടന്നൊക്കെ പഠിക്കുന്ന സമയത്ത് കുറച്ചും കൂടി നമുക്ക് എന്താ പറയാ, കുറച്ചും കൂടി നമ്മുടെ ബോഡിയിലേക്ക് കുറച്ചും കൂടി എയർ ഒക്കെ സർക്കുലേഷൻ ഒക്കെ കൂടും, നമ്മൾ ബ്രീത്ത് ചെയ്യുന്നത് കൂടുതലായിരിക്കും. സോ നല്ല രീതിയിൽ നമുക്ക് ബെറ്റർ ആയിട്ട് ലേൺ ചെയ്യാൻ സാധിക്കും എഴുതി പഠിക്കുന്ന സമയത്ത്. ഇപ്പൊ മാത്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എപ്പോഴും നമ്മുടെ ഓർമ്മയിലുണ്ട് അല്ലെ? മാത്സും കാര്യങ്ങളൊക്കെ പഠിച്ച കാര്യങ്ങൾ നമുക്ക് പിന്നീട് എക്സാം ഒക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് എടുത്ത് നമുക്ക് ഓർമ്മയിൽ വരും. രണ്ടൊന്ന് പ്രോബ്ലം ചെയ്യുമ്പോഴേക്കും ഓർമ്മയിൽ വരില്ലേ? പക്ഷേ ഈ സോഷ്യൽ പറയുന്ന പേരാണ് കുട്ടികൾ. സോഷ്യൽ പഠിച്ചിട്ട് മിസ്റ്റേക്ക് കയറുന്നില്ല, അത് എത്ര വട്ടം പഠിച്ചാലും മനസ്സിൽ നിൽക്കുന്നില്ല എന്നൊക്കെ എന്നോട് കംപ്ലൈന്റ് പറയാൻ കേട്ടോ. ഞാൻ പറയുന്ന ഒരു ഡയലോഗ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ സോഷ്യൽ എങ്ങനെ പഠിക്കുന്നത് ആ രീതിയിലാണ് പ്രശ്നം. നിങ്ങളത് വായിച്ചു പഠിക്കുന്നതുകൊണ്ടാണ് നിങ്ങളെ മനസ്സിൽ നിൽക്കാത്തത്. ഒറ്റ പ്രാവശ്യം അതൊന്ന് എഴുതി നോക്കി, ഒരു പ്രാവശ്യം ഒന്ന് പഠിച്ചു കഴിഞ്ഞിട്ട് അതൊന്ന് കറക്റ്റ് ആയിട്ടൊന്ന് എഴുതി നോക്കി, നിങ്ങളെ മനസ്സിൽ അത് ഉണ്ടാവും. നമ്മൾ ശ്രദ്ധിക്കാം. സോ മൂവ്മെന്റ്സ് ഹെൽപ്പ് ദ ബ്രെയിൻ ഡെവലപ്മെന്റ്. മൂവ്മെന്റ്സ് ബ്രെയിൻ ഡെവലപ്മെന്റിനെ സഹായിക്കുന്നുണ്ട്. ഇറ്റ് ഹെൽപ്പ് ദ ചിൽഡ്രൻസ് ടു തിങ്ക്, ലേൺ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദർ സറൗണ്ടിങ്സ്. അവരുടെ ചുറ്റുപാടും കണ്ട് മനസ്സിലാക്കി എക്സ്പീരിയൻസ് ചെയ്ത് അവർക്ക് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മൂവ്മെന്റ്സ് അവരെ സഹായിക്കുന്നുണ്ട്. ഇറ്റ് ഹെൽപ്പ് ദ ചിൽഡ്രൻ ടു എക്സ്പ്രസ് ദർ ഐഡിയാസ് ആൻഡ് പേഴ്സണാലിറ്റി. കുട്ടികളുടെ മൂവ്മെന്റ്സിലൂടെയാണ് നമുക്ക് അവരുടെ ഐഡിയാസും പേഴ്സണാലിറ്റിയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. Then children learn through ആക്ഷൻസ് ആൻഡ് എക്സ്പീരിയൻസ്. കുട്ടികളുടെ ആക്ഷൻസും എക്സ്പീരിയൻസിലൂടെയുമാണ് മൂവ്മെന്റ്സ്. അത് കുറെ കാര്യങ്ങൾ ലേൺ ചെയ്യുന്നത്, കാര്യങ്ങൾ ചെയ്ത് നോക്കിയാണ് അവർ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുന്നത്. ഓക്കെ, ദെൻ മൂവ്മെന്റ്സ് ഹെൽപ്സ് ബിൽഡ് റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ്. മറ്റുള്ളവരായിട്ട് നല്ല രീതിയിലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഫാക്ടറാണ് ഏത്, മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. സോ മൂവ്മെന്റ്സും മെന്റൽ ഡെവലപ്മെന്റും തമ്മിൽ എന്താണ്, ക്ലോസ്ലി കണക്ഷൻ ഉണ്ട്.
The main purpose of movements is the development of mind. മൈൻഡിന്റെ ഡെവലപ്മെന്റ് ആണ് മൂവ്മെന്റ്സിന്റെ മെയിൻ ആയിട്ടുള്ള പർപ്പസ്. നമ്മൾ കുഞ്ഞു കുട്ടികളില്ലേ, അവര് നമ്മൾ താഴത്തൊക്കെ നിർത്തില്ലേ, കുഞ്ഞു വാവകൾ ഒരു 1.5 വയസ്സൊക്കെ ഉള്ള കുട്ടികളെ നമ്മൾ താഴത്ത് നിർത്തും ഇല്ലേ, താഴത്തൊക്കെ നിർത്തി കളിക്കാനൊക്കെ അലോ ചെയ്യും. ആ സമയത്ത് അവര് താഴെ കിടക്കുന്ന എന്ത് കാര്യം എടുത്ത് പിടിക്കും അല്ലെ, എടുത്ത് പിടിച്ചിട്ട് മേ ബി ബൈറ്റ് ചെയ്ത് നോക്കും, ടച്ച് ചെയ്ത് നോക്കും, അല്ലെങ്കിൽ അവരത് എറിഞ്ഞു നോക്കും. വീട്ടിൽ പാത്രങ്ങൾ കുട്ടികൾ എറിഞ്ഞു നോക്കാറുണ്ടോ? കുഞ്ഞു കുട്ടികളുള്ള അമ്മമാരോടാണ്. കുഞ്ഞു കുട്ടികൾ ആയിരുന്ന അല്ലെങ്കിൽ നമ്മളുടെ കൊച്ചുങ്ങൾ ചെറുതായിരുന്ന സമയത്ത് ഈ നമ്മളുടെ വെസൽസ് പാത്രങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ എറിയും, അതിന്റെ സൗണ്ടുകൾ ഓരോന്നും കേൾക്കുന്ന. എന്റെ മോൻ അങ്ങനെയായിരുന്നു കേട്ടോ. ഒരുപാട് സ്റ്റീലിന്റെ പാത്രങ്ങൾ അങ്ങനെ എടുത്തു വെച്ചിട്ട് അവൻ തന്നെ അത് എറിയും. ഇങ്ങനെ വരുമ്പോ ഒരു സൗണ്ട് അത് ഡിഫറെന്റ് ആണ്, വേറെ എറിയും, ഇത് വേറെ സൗണ്ട് ആണ്. അവർ ഐഡന്റിഫൈ ചെയ്യാണ്, അവർ എക്സ്പ്ലോർ ചെയ്യാണ്, സൗണ്ട് അവർ മനസ്സിലാക്കാണ്, സെൻസ് ചെയ്യാണ്. അപ്പൊ നമ്മൾ എന്ത് പറയും, കുട്ടിക്ക് എപ്പോഴും ഉണ്ടല്ലേ ഇങ്ങനെ നമ്മുടെ വെസൽസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് എറിയാണെന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയും. ചെയ്യാറില്ലേ? വഴക്ക് പറയാറുണ്ട് മിസ്സേ അല്ലെ, എല്ലാവരും സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ വഴക്ക് പറയല്ലേ, കാരണം അവർ എന്ത് ചെയ്യാണ്, അവരുടെ ചുറ്റുപാടും എക്സ്പ്ലോർ ചെയ്യാണ്, ആ സൗണ്ട് എനർജി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാണ്. അപ്പോ മൂവ്മെന്റ്സും മെന്റൽ ഡെവലപ്മെന്റും തമ്മിൽ എന്താണ്, ക്ലോസ്ലി കണക്റ്റഡ് ആണ്. ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ത്രൂ ആക്ടിവിറ്റീസ് ആൻഡ് മൂവ്മെന്റ്സും ആക്ടിവിറ്റിയിലൂടെയാണ് കുട്ടികളിൽ വിജ്ഞാനപരമായിട്ടുള്ള ഡെവലപ്മെന്റ് കാര്യങ്ങൾ സംഭവിക്കുന്നത്. നമുക്കറിയാം കുട്ടികൾ അവരുടെ എൻവയോൺമെന്റ് എന്താണ് ഒറ്റയ്ക്ക് അവർ ലേൺ ചെയ്യാണ്, അവർ ചുറ്റുപാടും അവർ എന്ത് ചെയ്യുന്നുണ്ട്, ലേൺ ചെയ്യുന്നുണ്ട്. ത്രൂ മൂവ്മെന്റ്സിലൂടെയാണ് അവര് ലേൺ ചെയ്യുന്നത്. ചിൽഡ്രൻ നാച്ചുറലി ലേൺ ബൈ മൂവിങ് ആൻഡ് എക്സ്പ്ലോറിങ്. അവർ മൂവ് ചെയ്യുന്നതിലൂടെ എക്സ്പ്ലോർ ചെയ്യുന്നതിലൂടെ ഓരോ കാര്യങ്ങൾ അവർ ലേൺ ചെയ്യുന്നുണ്ട്. നമ്മൾ ഗാർഡനിലേക്ക് കുട്ടികളെ കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഇലകള് പറിച്ചെടുക്കും കയ്യില് ഇല്ലേ, ഇലകളോ ഫ്ലവേഴ്സോ അല്ലെങ്കിൽ ലീവ്സ് ഒക്കെ എന്ത് ചെയ്യും, അവർ പറിച്ചെടുത്തിട്ട് അതെന്ത് ചെയ്യും, അത് ജസ്റ്റ് പിച്ചിക്കളയും അല്ലെ, പിച്ച് കളയും കണ്ടിട്ടേ. പക്ഷെ അവരെന്താ ചെയ്യുന്നേ, അത് എക്സ്പ്ലോർ ചെയ്യാണ്, അതിങ്ങനെ പിച്ചിക്കളയുന്നു, അത് മനസ്സിലാക്കാണ് അവര്. ഫ്ലവേഴ്സ് ആണെങ്കിൽ മേ ബി ഇലയാണെങ്കിൽ പോലും അവർ ബൈറ്റ് ഒക്കെ ചെയ്ത് നോക്കും, കടിച്ചൊക്കെ നോക്കും ഇല്ലേ. ശ്രദ്ധിക്കണോട്ടോ, കുഞ്ഞു കുട്ടികളോട് ഗാർഡനൊക്കെ പോകുമ്പോ അവര് അറിഞ്ഞൂടാ, അവര് ഇലയൊക്കെ എന്തിലെന്ന് നോക്കില്ല, അവര് ചിലപ്പോ ബൈറ്റ് ഒക്കെ ചെയ്ത് നോക്കും. സോ അതെന്തുകൊണ്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ എക്സ്പ്ലോർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് അവര് അങ്ങനെ ചെയ്യുന്നത്. ചിൽഡ്രൻ നാച്ചുറലി ലേൺ ബൈ മൂവിങ് ആൻഡ് എക്സ്പ്ലോറിങ്. കുട്ടികൾ നാച്ചുറലി ആണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. മൂവ്മെന്റ്സ് ഇംപ്രൂവ് ത്രൂ കോർഡിനേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ദ ബോഡി. മൂവ്മെന്റ്സും കോർഡിനേഷനും നമ്മുടെ ബോഡിയുടെ കൺട്രോളും തമ്മിൽ കണക്റ്റഡ് ആണ്. കുട്ടികൾക്ക് ജനിക്കുമ്പോൾ തന്നെ മൂവ് ചെയ്യാൻ പറ്റുമോ? എഴുന്നേറ്റ് ഓടി നടക്കാൻ പറ്റുമെന്ന് ജനിക്കുമ്പോ തന്നെ മനുഷ്യ കുട്ടികൾക്ക്? ആരാണ് കമ്പേഴ്സ്? ഇല്ല. ഓക്കെ, ജനിക്കുമ്പോ തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, കുട്ടികൾക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല. നിങ്ങൾ കമ്പയർ ചെയ്തേ മനുഷ്യ കുട്ടികളെയും മൃഗക്കുട്ടികളെയും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കിയും. ഒരു പശുവിന്റെ കുട്ടിയാന്ന് വിചാരിക്കുക, അവൻ ജനിച്ച ഉടനെ എഴുന്നേറ്റ് നടക്കും അല്ലെ, 2 തട്ട് കിട്ടുമ്പോഴേക്കും അവൻ എഴുന്നേറ്റ് ചെടിയായിട്ട് നിൽക്കും. പക്ഷെ നമ്മളുടെ കുട്ടികളൊന്നും എഴുന്നേറ്റ് നടക്കണം എന്നുണ്ടെങ്കിൽ എന്തോരം ടൈം എടുക്കും? മാക്സിമം ഒരു 1.5 വയസ്സെങ്കിലും എടുക്കും അവർ നടന്നു തുടങ്ങണമെങ്കിൽ, നമ്മുടെ സഹായമൊന്നും ഇല്ലാതെ അല്ലേ. അതെ അതെ, അത് കുഴപ്പമില്ല, സോറി ഒന്നും പറയണം. അപ്പൊ എന്താണ്, ഒത്തിരി സമയം എടുക്കും അല്ലെ. ബട്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, കുട്ടികൾക്ക് ആ ബോഡിയിൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ വരാനായിട്ട് ഒരുപാട് സ്റ്റേജസിലൂടെ കുട്ടി കടന്നു പോകണം. ആദ്യം തന്നെ അവര് എഴുന്നേറ്റ് നടക്കല്ലോ ചെയ്യുന്നേ. ആദ്യം എന്താ ചെയ്യുന്നത്, കുട്ടികളുടെ ഹെഡ് സ്റ്റഡി ആവും അല്ലെ. അവര് ജനിച്ച ഉടനെ അവര് മൂവ്മെന്റ്സിന്റെ ഫസ്റ്റ് പ്രോസസ്സാണ് അവരെ തല ഉറയ്ക്കുന്ന ഒരു കാര്യം അല്ലെ. ഹെഡ് സ്റ്റഡി ആക്കി നിർത്താനായിട്ട് ശ്രമിക്കും. അതിനുശേഷം അവരെന്ത് ചെയ്യും, മേ ബി ഇഴയാനായിട്ട് നോക്കും അല്ലെ, ക്രൗളിങ്, അല്ലെങ്കിൽ ഇരിക്കും. ചില കുട്ടികൾ ഇരിക്കും, ചില കുട്ടികൾ എന്ത് ചെയ്യും, എഴയാൻ തുടങ്ങും അല്ലെ. അതും എന്താണ്, മൂവ്മെന്റ്സ് ആണ് അല്ലെ. എഴഞ്ഞു തുടങ്ങും. എഴഞ്ഞു കഴിയുമ്പോ എന്താണ്, അവര് ഇരിപ്പുറയ്ക്കും. ഇരിപ്പുറച്ച് കഴിഞ്ഞാൽ മേ ബി എന്തെങ്കിലും പിടിച്ചിട്ട് അവർ എഴുന്നേറ്റ് നിൽക്കാനായിട്ട് ശ്രമിക്കും. 1 വയസ്സൊക്കെ ആകുമ്പോഴേക്കും അങ്ങനെ പിടിച്ചു നിൽക്കാൻ തുടങ്ങും. അത് കഴിയുമ്പോൾ പതുക്കെ പിച്ചേഴ്സ് നടക്കാൻ തുടങ്ങും. നടന്നു തുടങ്ങുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം കുട്ടിയുടെ ബ്രെയിനിന്റെ ഫുൾ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ കുട്ടിയുടെ കയ്യിൽ കിട്ടിയാൽ മാത്രമേ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് എന്ത്, വാക്കിംഗ് എന്ന് പറയുന്നത്.
നമ്മൾ കുഞ്ഞു കുട്ടികള് ഉള്ള അമ്മമാരോട് എപ്പോഴും പാരന്റ്സും ഗ്രാൻഡ് പാരന്റ്സും പീഡിയാട്രീഷ്യനൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഒരു വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടി നടന്നു തുടങ്ങിയോ ചോദിക്കാറുണ്ടോ? കുഞ്ഞുമക്കളെയും കൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ നമ്മൾ മെയിൻലി ചോദിക്കുന്നത് കുട്ടി നടന്നു തുടങ്ങിയോ? അവരെന്തുകൊണ്ട് ചോദിക്കുന്നേ? കാരണം അവരുടെ ഈ ഒരു നടത്തം എന്താണ്, മൂവ്മെന്റ് ആണ്. ആ മൂവ്മെന്റ് എന്താണ്, അവരുടെ ഇന്റലക്ച്വൽ മെന്റൽ ഡെവലപ്മെന്റും തമ്മിൽ എന്താണ് ക്ലോസ്ലി കണക്ഷൻ ഉണ്ട്. സോ അത് ഓക്കെ ആണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്നതാണ് ഇങ്ങനെ ചോദിക്കുന്നത്. ഇനി ഞാൻ കഥ പറഞ്ഞിട്ട് ഒരു കഥയല്ല, ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാൻ പറ്റില്ല, ഞങ്ങളുടെ എന്റെയൊക്കെ ഒരു റിയൽ സ്റ്റോറി ഞാൻ പറഞ്ഞുതരാം. അതിൽ ഞാനല്ല കേട്ടോ നായിക, ഞാൻ എന്റെ കൂട്ടുകാരത്തിനെ കുറിച്ചിട്ടാ പറയുന്നത്. എന്റെ ചെറുപ്പത്തിൽ എന്ന് പറയുമ്പോൾ ഞാനൊരു 9th 8th 9th ഒക്കെ പഠിക്കുന്ന സമയത്ത് നടക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. ഞങ്ങളുടെ ഉള്ളൊരു പ്രത്യേകത ഉണ്ട്, ഞങ്ങളുടെ സ്കൂളില് ഹൈസ്കൂൾ ഉണ്ട്, ഹൈസ്കൂളും ഹയർ സെക്കൻഡറി ഉണ്ട്. സോ ഞങ്ങൾക്ക് 8th കഴിയുമ്പോൾ തന്നെ അഡ്മിഷൻ ആയി വരും, പുറത്തുനിന്ന് കുട്ടികൾ വരും. കാരണം +1 +2 അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ കുറച്ചും കൂടി ഒരു പ്രിവിലേജ് കിട്ടും അല്ലെ, നമുക്ക് ആ സ്കൂളിൽ തന്നെ അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. സോ ആ ഒരു ടൈം പീരീഡിൽ കുട്ടികൾ വരാറുണ്ട്, എക്സ്പെഷ്യലി അങ്ങനെ വരാറുണ്ട്. കുറെ പേര് ഇങ്ങനെ നമ്മുടെ 8th കഴിഞ്ഞപ്പോൾ വന്നു, 9th കഴിഞ്ഞപ്പോൾ വന്നു. ഇത് 10th കഴിഞ്ഞ സമയത്ത് എന്റെ ക്ലാസ്സിലേക്ക് കുറച്ച് കുട്ടികൾ ജോയിൻ ആയത് അതിലൊരു കുട്ടി അവള് സ്പോർട്സിന്റെ ബേസിലാണ് വന്നതെന്ന് പറഞ്ഞു. നമ്മൾ അറിഞ്ഞു സ്പോർട്സിലൊക്കെ അവള് മുമ്പുള്ള സ്കൂളുകളിൽ നല്ല രീതിയിൽ ഇത് കിട്ടിയിട്ടുണ്ട്, പ്രൈസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ കുറച്ച് സ്പോർട്സിന് ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരാളാണെന്ന് മനസ്സിലായി. കാരണം ഭയങ്കര സ്പോർട്സിന്റെ ഇതിൽ വന്നതാണെന്ന് പറഞ്ഞ് നമ്മൾ പറയുമല്ലോ, അവള് സ്പോർട്സിന്റെ ബേസിൽ വന്നതാണ്, സ്പോർട്സ് കോട്ട. കാരണം 10th പാസ് ആവുന്നുണ്ടെങ്കിൽ സ്പോർട്സ് കോട്ടയിൽ നമ്മള് സ്പോർട്സിന്റെ എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, കറക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ബേസ് മാർക്കും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പൊ ആള് ഓൾറെഡി കഴിഞ്ഞ വർഷം സ്റ്റേറ്റ് ലെവലിൽ പോയതാണ്. അപ്പൊ ഈ വർഷം സ്റ്റേറ്റ് ലെവലിൽ പോവാണ്, ഫസ്റ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മാർക്ക് കിട്ടും. അറിയാലോ, നമ്മളിപ്പോ കുറച്ച് വീക്ക് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ പോലും പാസ്സായി പോവും സ്പോർട്സിലുണ്ടെങ്കിൽ. അപ്പൊ സ്റ്റേറ്റിൽ പോകണം കേട്ടോ, സ്റ്റേറ്റിൽ പോയാലേ ഗ്രേസ് കിട്ടുള്ളൂ. അപ്പോൾ ഓൾറെഡി പോയതാണ്. അപ്പൊ ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട്, കാരണം എന്താണ് സ്പോർട്സിൽ വന്നിരിക്കുന്നതാണ്. ഞങ്ങൾ സ്കൂളിൽ ഒരുപാട് കുട്ടികൾ സ്പോർട്സിന്റെ ബേസിൽ വരാറുണ്ട്, സ്പോർട്സിന് വേണ്ടിയിട്ട് വരാറുണ്ട്. അങ്ങനെ ഒരു കുട്ടിയാണെന്ന് വിചാരിച്ചു. സോ ഞങ്ങൾ കുറച്ച് പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോ എന്താണ്, എന്റെ വീടിന്റെ അടുത്താണ് ആളുടെ വീട്, വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഇപ്പൊ വന്നിട്ടുള്ളൂ, ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നിട്ടുള്ളൂ. അപ്പൊ വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഓക്കെ, സംസാരിച്ചത് തുടങ്ങി. ഞങ്ങള് രാവിലെയും വൈകുന്നേരവും ഒരുമിച്ചാ വരുന്നത്. എന്ന് വെച്ചാൽ രാവിലെ ഞാൻ ഒരു 6:30 ആകുമ്പോൾ ട്യൂഷന് വേണ്ടിയിട്ട് ഇറങ്ങും, ട്യൂഷന് പോണം. അപ്പൊ 6:30 ആകുമ്പോൾ സൈക്കിൾ ഔട്ട് തുടങ്ങിയാല് 7 മണി ആകുമ്പോഴേക്കും ട്യൂഷൻ ക്ലാസ്സിൽ എത്തുള്ളൂ. ഒരു 6:50 ആകുമ്പോഴേക്കും ട്യൂഷൻ ക്ലാസ്സിൽ എത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഒരു 6:30 6:30 ആകുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങും. അപ്പൊ അതേ സമയത്ത് തന്നെയാണ് എന്റെ ഫ്രണ്ട് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സ്പോർട്സിന് വേണ്ടിയിട്ടാവുക പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഗ്രൗണ്ടിലേക്ക് വരുന്നത്. അപ്പൊ ഒറ്റയ്ക്ക് വരാനുള്ള ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത്ര നേരത്തെ വരണമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് വരുന്നത്. അപ്പോൾ സ്പോർട്സിന് വേണ്ടിയിട്ട് അവള് പ്രാക്ടീസിന് വേണ്ടിയിട്ട് വരും, ഗ്രൗണ്ടിലേക്ക് വരും. 6:30 തുടങ്ങും അവർക്ക് പ്രാക്ടീസ്. 6:30 മുതൽ 9:30 വരെയും എന്താണ് പ്രാക്ടീസ് ചെയ്യണം, ഗ്രൗണ്ടിൽ നിർബന്ധമാണ് പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ ഈ സമയത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ 7 മണിക്ക് ട്യൂഷൻ കഴിഞ്ഞ് 8:30 ആകുമ്പോഴേക്കും വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ച് യൂണിഫോം ഒക്കെ ഇട്ട് എന്താ പറയാ ഫുഡ് എല്ലാം കാര്യങ്ങളും കറക്റ്റ് ടൈമിലേക്ക് എടുത്ത് വെച്ച് വരുമ്പോൾ ക്ലാസ്സിലേക്ക് എത്തുമ്പോഴായിരിക്കും ആളെന്ത് ചെയ്യുന്നത്, വീട്ടിലേക്ക് പോകുന്നത്. ഒബ്വിയസ്ലി ലേറ്റ് ആയിട്ട് പോകുന്നതുകൊണ്ട് തന്നെ അവൾ എന്താണ് എല്ലാ ദിവസവും വൈകിയാണ് വരുന്നത്. വൈകി വരുമ്പോ ഞങ്ങളുടെ ടീച്ചർ ഫസ്റ്റ് അവർ ഒരു 3 ദിവസം എന്തോ മാത്സ് ആണ്. ഈ ഫസ്റ്റ് അവർ ഈ 3 ദിവസം അവളെ മാത്സ് ടീച്ചർ എന്ത് ചെയ്യും, നമ്മളുടെ ക്ലാസ്സിന് പുറത്ത് നിർത്തും, വരാന്തയിൽ നിർത്തും. ഒന്നില്ലെങ്കിൽ ഓക്കെ, അത് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു എന്തായിരുന്നു, ഒരു നമ്മൾ പുറത്ത് നിർത്തും. കാരണം ലേറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ മിസ് പെർമിറ്റ് ചെയ്യില്ല. അതേ പക്ഷെ പിന്നെ മിസ്സിനൊരു സ്ട്രിക്ട്നെസ് ആയിട്ടുള്ള റൂൾ എന്ന് പറഞ്ഞാൽ മാത്സിന്റെ നോട്ട് ഇപ്പൊ ക്ലാസ്സിൽ കയറിയില്ലെങ്കിൽ പോലും മാത്സിന്റെ നോട്ട് എല്ലാവരും ഫസ്റ്റ് ഇന്റർവെല്ലിൽ എന്ത് ചെയ്യണം, സ്റ്റാഫ് റൂമിൽ സബ്മിറ്റ് ചെയ്യണം. എല്ലാവരും നോട്ട് സബ്മിറ്റ് ചെയ്യണം. ഞങ്ങൾ എല്ലാവരും ക്ലാസ്സിൽ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങളുടെ നോട്ട് കംപ്ലീറ്റ് ആയിരിക്കും. ഇവളുടെ നോട്ട് കംപ്ലീറ്റ് അല്ല, കാരണം ഇവള് കൂടുതൽ ടൈം പുറത്ത് നിൽക്കണം, അല്ലെങ്കിൽ അവള് ഗ്രൗണ്ടിലായിരിക്കും. അതുകൊണ്ട് നോട്ട് കംപ്ലീറ്റ് അല്ല. അപ്പൊ അവൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം പ്രാക്ടീസ് കഴിഞ്ഞ് 6:30 ആകുമ്പോ വീട്ടിൽ വന്നിട്ട് എന്റെ നോട്ട് കൊണ്ടുപോയാണ് ആൾ എന്ത് ചെയ്യുന്നത്,
നോട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. അവളെന്റെ നോട്ട് നോക്കിയാണ് കോപ്പി ചെയ്യുന്നത് ഞാൻ വിചാരിച്ചിരുന്നു. അപ്പോ അങ്ങനെ വിചാരിച്ചു കേട്ടോ. അപ്പൊ എപ്പോഴുള്ളതാണ്, എല്ലാ ദിവസവും ഇതന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നടക്കുന്ന ഒരു കാര്യമാണ്. സോ ഇതിന്റെ ഗ്യാപ്പിലൊക്കെ അവള് സ്പോർട്സിന്റെ മീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനൊക്കെ പോവാറൊക്കെ ഉണ്ട്. സോ ഓൺ എക്സാം ആയി എന്ന് വെച്ചാൽ കുറച്ചും കൂടി 10th ആണ്, ഒരു സീരിയസ്നെസ് എല്ലാവർക്കും ഉണ്ട്. സോ ഇവളാണെങ്കിൽ ആ സമയത്തും ഗ്രൗണ്ടിലാണ് കൂടുതൽ ടൈമും. പഠിക്കുന്നുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അവളെ വീട്ടിൽ കാണുന്നത് വളരെ അപൂർവമാണ്. അതുകൊണ്ട് തന്നെ അവള് പഠിക്കുന്നില്ല എന്നുള്ള കാര്യത്തെ കുറിച്ച് എനിക്ക് നല്ല ധാരണയുണ്ട്. കാരണം ഞാൻ കുത്തിയിരുന്ന് എന്റെ അമ്മ എന്നെ പഠിപ്പിക്കുന്ന സമയത്ത് അവൾ അവിടെ ഗ്രൗണ്ടിലാണെന്നുള്ളത്. അപ്പോ ടീച്ചർമാർക്ക് ഭയങ്കര അഭിപ്രായക്കുറവാണ് ഇവളെ കുറിച്ചിട്ട്. കാരണം ഫെയിൽ ആവും, സ്പോർട്സിന് എന്തെങ്കിലും പോയിട്ട് എന്തെങ്കിലും കിട്ടണമെങ്കിൽ കിട്ടട്ടെ, എന്നാൽ മാത്രമേ പാസ് ആവുള്ളൂ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആണ് ആർക്ക്, ടീച്ചർമാർക്ക് ബാക്കിയുള്ളവർക്കൊക്കെ ഉള്ളത്. ഓൺ എക്സാം കഴിഞ്ഞു. ഞങ്ങൾ ഓണത്തിന്റെ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോ നമ്മൾ വിചാരിക്കും ഓണത്തിന് വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ടീച്ചർമാർ ലേറ്റ് ആയിട്ടേക്കും പേപ്പർ കൊണ്ടുവരുന്നു. ഫസ്റ്റ് ഡേ ക്ലാസ്സിൽ വരുന്നത് മാത്സ് ടീച്ചറാണ്. നോക്കി കഴിഞ്ഞപ്പോൾ മാത്സ് ടീച്ചറുടെ കയ്യിൽ ഇത്രയും ബണ്ടിൽ ഓഫ് പേപ്പേഴ്സ് ആയിട്ട് പുള്ളിക്കാരത്ത് വരാം. കൂടെ ഒരു വടിയും കൂടി ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ ടീച്ചർ പാസ് ആയില്ലെങ്കിൽ നല്ല തല്ല് തരും, മാർക്ക് കുറവാണെങ്കിൽ നല്ല തല്ല് കിട്ടും. അപ്പൊ മിസ് വരാണ്, 35 വേണമെന്ന് പറയണം മിസ്. നമ്മള് പാസ്സായ പോലെ കേട്ടോ, 35-ന് വേണം എന്നാൽ മാത്രം അടി കിട്ടാതിരിക്കും. അതിൽ കുറവാണെങ്കിൽ അടി കിട്ടും. ഞങ്ങൾ എല്ലാവരും പേടിച്ചിട്ടാണ്, കാരണം മാത്സിന്റെ നല്ല ടഫായിരുന്നു ആ പ്രാവശ്യം. ആദ്യമായിട്ട് ഒരു 80 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എഴുതുന്നു. അതിന് മുമ്പ് ഞങ്ങൾ എഴുതിയിട്ടില്ല, ഞങ്ങളുടെ ബാച്ചിലൊന്നും എഴുതിയിട്ടില്ല. അപ്പൊ പിന്നെന്താണ്, ഭയങ്കര ടഫായിരുന്നു മാത്സ്. അപ്പൊ അതുകൊണ്ട് പേടിച്ചിരിക്കുകയാണ്. ഓരോരുത്തരായിട്ട് വിളിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും പേപ്പർ കിട്ടി. എനിക്ക് അത്ര വലിയ മാർക്കൊന്നുമില്ല കേട്ടോ, എനിക്കൊരു 35 ആ അടി കിട്ടിയില്ല എന്നുള്ളൂ. 36 എന്തോ മാർക്കേ ഉള്ളൂ. അപ്പൊ ഞങ്ങളുടെ പഠിപ്പിക്കുട്ടി ഉണ്ടല്ലോ, ഞാൻ ക്ലാസ്സിൽ ഭയങ്കര പഠിക്കാനായിട്ട് കുട്ടി, ഞാൻ അത്ര പഠിക്കൊന്നുമില്ലായിരുന്നു കേട്ടോ. അപ്പൊ പഠിക്കുന്ന കുട്ടിക്ക് 48 മാർക്കാണ്, ഭയങ്കര പഠിപ്പിച്ചാ. അത്രയും നാള് ക്ലാസ് ടോപ്പറൊക്കെ ആയിരുന്നു, ആൾക്ക് വരെ 48. അപ്പൊ അത്രയും മനസ്സിലാക്കണം ടഫ്നെസ്, ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ടഫ്നെസ് മനസ്സിലാക്കണം നിങ്ങൾ. അതിലാണ് കഷ്ടപ്പെട്ട് ഞാൻ 36 മാർക്ക് വാങ്ങിച്ചത്. അപ്പൊ മിസ് എല്ലാവരും പേപ്പർ കൊടുത്തു കേട്ടോ. എല്ലാവരും പേപ്പർ വെച്ചാൽ സ്പോർട്സിലുള്ള ബാക്കിയുള്ള കുട്ടികളുടെ പേപ്പർ കൊടുത്തു. ഇവളുടെ പേപ്പർ മാത്രം കൊടുത്തിട്ടില്ല. കൊടുക്കാന്ന് വെച്ചാൽ പേപ്പർ കൊടുക്കാന്നുള്ള അതൊരു ചടങ്ങാണ്. പേപ്പർ വാങ്ങിക്കുന്നു, തല്ല് വാങ്ങിക്കുന്നു, പോരുന്നു. ഞാൻ എന്തോ ഒരു ഭാഗ്യത്തിൽ എനിക്ക് തല്ല് കിട്ടിയോ, ഞാൻ വന്ന് രക്ഷപ്പെട്ട് കൂട്ടി നോക്കിയിട്ട് ഓക്കെ 36 ഉണ്ട്, സമാധാനം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇവളെ എന്ത് ചെയ്തു, ഇവളുടെ പേപ്പർ മാത്രം മിസ് ഹോൾഡ് ചെയ്തു. എന്നിട്ട് ലാസ്റ്റ് ആരെങ്കിലും പേപ്പർ കിട്ടാനെന്ന് ചോദിച്ചപ്പോൾ അവള് എഴുതിട്ട് മിസ് നിന്റെ പേപ്പർ കിട്ടിയില്ല, നിന്റെ പേപ്പർ ഞാൻ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. ഞങ്ങൾ വിചാരിക്കുന്നത് എന്താണ്, അവർക്ക് നല്ല തല്ല് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ എന്ത് ചെയ്തിരിക്കുന്നത്, ആ പേപ്പർ മാറ്റി വെച്ചിരിക്കുന്നത്. നിനക്ക് എത്ര മാർക്ക് ഉണ്ടാവും എന്നാണ് നിന്റെ ഒരു പ്രതീക്ഷ എന്ന് ചോദിച്ചു. ഒബ്വിയസ്ലി എന്റെ നോട്ട് നോക്കി ഞാൻ പഠിച്ചിട്ട് എനിക്ക് കിട്ടിയ മാർക്ക് എത്രയാണ്, 36. എന്റെ ഒരു അഭിപ്രായത്തില് എന്തായാലും എന്നെക്കാളും കുറവായിരിക്കും എന്നായിരുന്നു എന്റെ മൈൻഡ് സെറ്റ് കേട്ടാ, ആ സമയത്തുള്ള മൈൻഡ് സെറ്റ്. കാരണം അവള് പഠിക്കുന്നില്ല എന്നുള്ള കാര്യം, ടൈമില്ല പഠിക്കാനായിട്ട്, ടൈമൊന്നും ഇല്ല എന്നുള്ള കാര്യം എനിക്കറിയാം. അപ്പം ഞാൻ കൂടുതലും അവളെ ഗ്രൗണ്ടിലാണ് കാണുന്നത്. വീട്ടില് അടുത്താണെങ്കിൽ പോലും അവളെ കാണുന്നത് കൂടുതൽ ഗ്രൗണ്ടിൽ വെച്ചാ. മനസ്സിലാക്കാലോ, കൂടുതൽ ടൈം ഗ്രൗണ്ടിലാണ് സ്പെൻഡ് ചെയ്യുന്നത്. പക്ഷെ അവളോട് വെച്ചപ്പോൾ അവൾ ഭയങ്കര കോൺഫിഡൻസോട് കൂടി പറഞ്ഞു, മിസ് എനിക്ക് 72 മാർക്കോളം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, 72 ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവർക്കും അത്ഭുതം. ടോപ്പർക്ക് 48 ആണ്, അവർക്ക് ഭയങ്കര അഹങ്കാരമാണ്, അതൊക്കെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയണം. ഞാൻ കിളി പോയ പോലെ ഇരിക്കുന്നത്, കാരണം എന്റെ നോട്ട്ബുക്ക് നോക്കി എനിക്ക് പഠിച്ചിട്ട് എനിക്ക് എത്ര മാർക്ക് കിട്ടില്ല, അവൾക്ക് പറയാണ് എന്റെ ഇരട്ടി ഉണ്ടാവുന്നു. അപ്പൊ ഞാൻ ആലോചിച്ചിങ്ങനെ നിൽക്കാണ്. അത് കഴിഞ്ഞപ്പോ ടീച്ചർ പറഞ്ഞു, എന്നാ 72 അല്ല 78 ആണ് മാർക്ക്. ആ സമയത്ത് ഞങ്ങളുടെ ക്ലാസ് ഫുൾ സൈലന്റ് ആയി, ഭയങ്കര സൈലന്റ് ആയി. കാരണം എല്ലാവരുടെയും പോയി, കാരണം ക്ലാസ്സിൽ കയറിയിട്ടില്ല. ഓൺ എക്സാമിന് അത്രയും ദിവസം ക്ലാസ് കൊടുത്തിട്ടുണ്ടെങ്കിലും അവള് മേ ബി ഒരു 3-4 ക്ലാസ്സിൽ മാത്രമേ കയറിയിട്ടുള്ളൂ. ബാക്കി എല്ലാ ക്ലാസ്സും അവളെ നോട്ട്സ് എന്റെ നോക്കി കോപ്പി ചെയ്യാണ് ചെയ്തിരുന്നതെന്നാണ് എന്റെ വിചാരം. അപ്പോ ഒരു എന്താ പറയാ, ഭയങ്കര ഒരു ഷോക്കായി പോയി. ആ ഷോക്കിന്ന് മാറുന്നതിന് മുമ്പായിട്ട് തന്നെ മാത്സ് ടീച്ചർ പോയി, ബയോളജിയുടെ മാർക്ക് വന്നു, ഫിസിക്സിന്റെ മാർക്ക് വന്നു, കെമിസ്ട്രിയുടെ മാർക്ക് വന്നു, സോഷ്യൽ സയൻസിന്റെ മാർക്ക് വന്നു. ഇതിലെല്ലാത്തിലും അവൾക്ക് മാർക്ക് ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 90%-നോടൊപ്പം മാർക്ക് ഉണ്ട്. ദെൻ ലാംഗ്വേജിനാണെങ്കിൽ ഇംഗ്ലീഷിനൊക്കെ അറിയാലോ, ഇംഗ്ലീഷ് എന്തോരം എഴുതിയാലും നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. അപ്പൊ ഇംഗ്ലീഷിൽ നല്ല ലാംഗ്വേജ് ഉണ്ട്. സോ ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഞങ്ങളുടെ ലാസ്റ്റ് 2 അവർ ആരാണ്, PT ടീച്ചറാണ്. PT ടീച്ചർ വന്നിരിക്കണം. അത് വെള്ളിയാഴ്ച വരുന്നത്. ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞിട്ട് മൺഡേ ആണ് ആൻസർ ഷീറ്റ് ഒക്കെ തന്നു തുടങ്ങിയത്. വെള്ളിയാഴ്ച ആയപ്പോഴേക്കാണ് PT ടീച്ചർ വരുന്നത്. ഞങ്ങൾക്ക് PT അവർന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇഷ്ടമാണ്, കാരണം പോകാനായിട്ട് കുറെ നാളായിട്ട് ഓൺ എക്സാം ഒക്കെ ആയപ്പോ മാത്സ് ടീച്ചർ വന്ന് ആ വർക്ക് എടുത്ത് തീർക്കായിരുന്നു, പോർഷൻ തീർക്കായിരുന്നു. അപ്പൊ കുറെ നാൾ കിട്ടിയതാണ്. അപ്പൊ മിസ് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും കൂടി ഇരിക്കും, ഞാൻ ഗ്രൗണ്ടിലേക്ക് ആരെയും കൊണ്ടുപോകുന്നില്ല, നിങ്ങളോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുകയാണ് കേട്ടോ.
ശ്രദ്ധിച്ചിരിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെല്ലാം മിസ് സ്പോർട്സിന്റെ റിലേറ്റഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് കുറച്ച് ക്ലാസ് ഒക്കെ തരാറുണ്ട്. നോട്ട്ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അപ്പൊ അതായിരിക്കും ശേഷം നോട്ട്ബുക്ക് കിട്ടുന്നത്. അപ്പൊ നോട്ട്ബുക്ക് ഒന്നും എടുക്കണ്ട, എല്ലാവരും കേട്ടിരുന്നാൽ മതി എന്ന് ചോദിച്ചു. ഈ ആഴ്ച നിങ്ങളുടെ ക്ലാസ്സിലെ എന്തായിരുന്നു കൂടുതലായിട്ട് ചർച്ചാ വിഷയം എന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു ഒബ്വിയസ്ലി ഞങ്ങൾക്കറിയാം ഇവൾക്ക് മാർക്ക് കൂടുതൽ കിട്ടിയതാണ് ഞങ്ങളുടെ ചർച്ച. അപ്പൊ ഞാൻ പറഞ്ഞു എങ്ങനെയുണ്ടായിരുന്നു മാർക്ക് ഓൺ എക്സാമിന്, ആരാ ടോപ്പർ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ പറഞ്ഞു സാനിയ ആണ് ടോപ്പർ എന്ന് പറഞ്ഞു. അപ്പൊ ടീച്ചർ ചോദിച്ചു ഇവള് ക്ലാസ്സിൽ കയറാറുണ്ടോ പഠിക്കാനായിട്ട് ചോദിച്ചു. എല്ലാവരും പറഞ്ഞു ഇല്ല. ഇവള് എത്ര സമയം പഠിക്കണേന്ന് അറിയോ ആർക്കെങ്കിലും? എനിക്കറിയാം കുറച്ച് സമയം മാത്രമേ കിട്ടുന്നുള്ളൂ. ഞാൻ പറഞ്ഞു എനിക്കറിയാം, ഒരു മണിക്കൂർ മിനിമം പോയി ഒരു അരമണിക്കൂർ പഠിക്കുന്നുണ്ടാവും. ഒരു ദിവസം ഒരു അരമണിക്കൂറിക്കുള്ളൊന്നും പഠിക്കുന്നില്ല, കാരണം ട്യൂഷന് വേറെ ഒന്നുമില്ല, അവള് വീട്ടിൽ തന്നെ ഇരുന്ന പഠിക്കുന്നത്. അപ്പൊ അരമണിക്കൂറൊക്കെ ഇരിക്കും എന്ന് പറഞ്ഞു. ശരിയാണ്, അവൾ അരമണിക്കൂറേ പഠിക്കുന്നുള്ളൂ. പക്ഷെ അവള് നിങ്ങളെക്കാൾ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്തു. അതെങ്ങനെയാന്ന് ചോദിച്ചു. ഞങ്ങൾക്ക് ഒന്നും ഒരു ഐഡിയ ഇല്ലാണ്ട്, ഇതിനെ കുറിച്ചൊരു ധാരണയില്ല. ഞങ്ങൾ ഇങ്ങനെ കേട്ടിരിക്കുകയാണ്. മിസ് പറഞ്ഞു അവള് നല്ല രീതിയിൽ ഫിസിക്കൽ മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ അവള് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. സോ അവർക്ക് ബെറ്റർ ആയിട്ട് ലേൺ ചെയ്യാനായിട്ട് സാധിക്കും, പഠിക്കാനായിട്ട് പറ്റും. അല്ലാതെ വെറുതെ എപ്പോഴും ബുക്ക് ഇരുന്ന് പഠിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാലൊന്നും മാർക്ക് കിട്ടില്ല. കുറച്ച് ഫിസിക്കൽ മൂവ്മെന്റ്സ് കാര്യങ്ങളൊക്കെ വേണം എന്ന് പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ ടീച്ചർ PT അവർ മാത്സ് ടീച്ചർക്ക് കൊടുത്തിട്ടില്ല. വളരെ ഇമ്പോർട്ടൻസ് ആയിട്ട് ഞങ്ങൾക്ക് PT ക്ലാസ്സും കാര്യങ്ങളൊക്കെ പോവാറുണ്ട്. ഇതിന് ശേഷം എന്റെ ഫ്രണ്ട്സ് കുറെ പേര് പോയി എന്ത് ചെയ്തു, സ്പോർട്സിന് ചേർന്നിട്ടുണ്ടായിരുന്നു. അവർക്കൊന്നും പറ്റിയില്ല, അതുകൊണ്ട് അവരൊക്കെ നിർത്തി പോന്നു. കുറച്ചു പേര് നിന്നു. അവര് റിലേ പോലുള്ള കോമ്പറ്റീഷൻ, റിലേ കബഡിക്കൊക്കെ പോവുകയൊക്കെ ചെയ്തു. നല്ല രീതിയിൽ പ്രൈസും കാര്യങ്ങളൊക്കെ കിട്ടുകയൊക്കെ ചെയ്തു കേട്ടോ. ഇനി ഇവിടെ 10th പാസ് ചെയ്ത സമയത്ത് അവളുടെ സ്കോർ എന്ന് പറയുന്നത് ഫുൾ A+ ആണ്. +2 ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അവള് സയൻസ് സ്ട്രീമും ഞാൻ കൊമേഴ്സ് ആയിരുന്നു. സോ സയൻസിൽ അവള് ആ സമയത്ത് എന്തോ 5 A+ഉം ഒരു A ആണ്. A വന്നത് ഇംഗ്ലീഷിനാണ്. ഇംഗ്ലീഷ് ടഫാണ് കേട്ടോ. ഇംഗ്ലീഷ് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ലാംഗ്വേജ് അത്യാവശ്യം ടഫാന്ന് അറിയാലോ. അപ്പൊ ഇംഗ്ലീഷിന് മാത്രമാണ് A വന്നത്. ഞാനവിടെ കൊമേഴ്സിൽ സേഫ് സോണിലാണ്. മാർക്ക് ഉണ്ടായിരുന്നു, അവളുടെയൊക്കെ അത്രയും തന്നെ മാർക്ക് ഉണ്ടായിരുന്നു. പിന്നെ സയൻസ് അല്ലല്ലോ നമ്മൾ പഠിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ കൊമേഴ്സ് ആയതുകൊണ്ട് തന്നെ കുറച്ച് സേഫ് ആയിട്ട് നിന്നു. +2 കഴിഞ്ഞു. അപ്പോഴൊക്കെ നല്ല സ്പോർട്സിലും കാര്യങ്ങളിലൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. പ്രൈസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. ദെൻ അവള് നേഴ്സിങ്ങിനെ ജോയിൻ ചെയ്തേ. ഇപ്പൊ നേഴ്സായിട്ട് ജർമ്മനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഫാമിലി ആയിട്ട് അവിടെ സെറ്റിൽഡ് ആണ്. സോ ഞങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് എക്സ്പെഷ്യലി എന്റെ ഒരു അഭിപ്രായം, സ്പോർട്സിൽ പോകുന്ന കുട്ടികൾ, അല്ലെങ്കിൽ സ്പോർട്സിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കുട്ടികൾ, അന്ന് പണ്ടത്തെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് സ്പോർട്സിൽ മാർക്ക് കുറവുള്ള കുട്ടികൾ മാത്രമേ പോവുള്ളൂ, അല്ലെങ്കിൽ വീക്ക് ആയിട്ടുള്ള കുട്ടികളെയാണ് ടീച്ചർ എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്ത് സ്പോർട്സിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്നേ എന്നൊരു എന്റെ അഭിപ്രായം ഉണ്ടായിരുന്നു. അത് മാറ്റിയെടുക്കാനായിട്ട് ആ ഒരു കുട്ടിക്ക് സാധിച്ചു. അപ്പോ ബെറ്റർ ആണ്, കാരണം മൂവ്മെന്റ്സ് നല്ല രീതിയിൽ കുട്ടികളിൽ ഉണ്ടെങ്കിൽ ഒരു ബെറ്റർ ആയിട്ട് ലേൺ ചെയ്യും എന്നതായിരുന്നു അന്ന് എനിക്ക് എടുത്ത് തന്ന ക്ലാസ്. അത് പിന്നീട് ഞാൻ പഠിച്ച സമയത്തും പിന്നെ ഇപ്പൊ പഠിപ്പിക്കുന്ന സമയത്തും എനിക്ക് ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് തോന്നി. കാരണം എനിക്കത് ഫീൽ ചെയ്തു. കാരണം അവളിൽ വന്ന ഒരു മാറ്റം, അവൾ എന്തുകൊണ്ട് നന്നായിട്ട് പഠിച്ചു, അല്ലെങ്കിൽ അവൾക്ക് ഞാനൊരു 3 മണിക്കൂർ ഇരുന്ന് പഠിക്കുന്ന ടോപ്പിക് അവൾക്ക് അരമണിക്കൂർ കൊണ്ട് കവർ ചെയ്യാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവളിൽ നല്ല രീതിയിലുള്ള ഫിസിക്കൽ മൂവ്മെന്റ്സും കാര്യങ്ങളും ഉണ്ട്. ഇതിൽ ക്ലാസിക്കൽ ഡാൻസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ക്ലാസിക്കൽ ഡാൻസ് ഒക്കെ പാർട്ടിസിപ്പേറ്റ് ഒക്കെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ക്ലാസിക്കൽ ഡാൻസ് പഠിക്കുന്ന, പ്രാക്ടീസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഈ ഡാൻസ് ചെയ്യുന്നവർക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്ത്? ഞാൻ പഠിച്ചായിരുന്നു, ഇപ്പൊ നിർത്തി. ഇതാണ് ഞാൻ പഠിച്ചായിരുന്നു, ഇപ്പൊ നിർത്തി. അതെന്തു പറ്റി? അത് ഇപ്പൊ എന്നാ ചുമ്മാ അങ്ങോട്ട് ചുമ്മാ അല്ല, അരങ്ങേറ്റത്തിന് മുമ്പ് നിർത്തിയത്. അപ്പൊ കുറച്ചു നാളായി പഠിച്ചിട്ട്. ഓക്കെ. അത് നമ്മളില്ലേ ക്ലാസിക്കൽ ഡാൻസിന് പ്രത്യേകതയുണ്ട്. അവിടെ നമ്മുടെ ഐ ഹാൻഡ് മൂവ്മെന്റ്, നമ്മുടെ കണ്ണും കൈയും മൂവ്മെന്റ്സ് പെർഫെക്റ്റ് ആയിട്ട് വന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, അല്ലേ? അതെ. അവിടെ നന്നായിട്ട് ക്ലാസിക്കൽ ഡാൻസ് ഒക്കെ പെർഫോം ചെയ്യുന്ന കുട്ടികളിലും ഇതേപോലെ തന്നെ നല്ല രീതിയിലുള്ള മെന്റൽ ഡെവലപ്മെന്റ് ഉണ്ട്. ഇപ്പൊ നമ്മള് അച്ഛൻ പറഞ്ഞില്ലേ ഡാൻസ് പഠിച്ചിട്ട് നിർത്തിയെന്ന്, അത് അച്ഛന് നീ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റും, നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും.
കാരണം നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് കാര്യങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത് ഡാൻസ് എന്ന് പറയുന്നത്. ഫിസിക്കൽ മൂവ്മെന്റ്സ് ഒക്കെ വേണം നമുക്ക് കുറച്ച് ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കാനായിട്ട്. ഫിസിക്കലി നമ്മൾ ഫിറ്റ് ആയിട്ടിരിക്കണം അല്ലെ? ഓക്കെ, Yes, അപ്പൊ ma'am. നമുക്ക് ഈ ഒരു ചാപ്റ്റർ ഓണമൊക്കെ കഴിഞ്ഞു വന്നിട്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം, ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം മൂവ്മെന്റ്സിനെ കുറിച്ചിട്ട്. ഓണത്തെ കുറിച്ചിട്ട് അച്ഛൻ പറയുന്നുണ്ട്. നിങ്ങൾ വിഷമിക്കണ്ട കേട്ടോ. ഞാൻ ഈ ഒരു ഡ്രസ്സിൽ കോസ്റ്റ്യൂമിൽ വന്നത് എനിക്ക് ഒരു ഓണം സെലിബ്രേഷൻ ഉണ്ട്. അപ്പൊ അതിന് പോവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ക്ലാസ് കഴിഞ്ഞിട്ട് വേണം പോവാനായിട്ട്. അതുകൊണ്ട് വന്നതാണ് കേട്ടോ. നിങ്ങളോട് പറഞ്ഞുകൊണ്ടല്ല, നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. മാം ഒരു കാര്യം പറയാനുണ്ട്. അത് ഞാൻ ജോസ്മയാണ്. വെള്ളിയാഴ്ചയാണ് PG ക്ലാസ്സിൽ സെമിനാർ എടുക്കാന്ന് പറഞ്ഞിരുന്നത്. അപ്പൊ ഞാൻ ഇന്റേൺഷിപ്പിന് പോയ സ്കൂളിലത്തെ ടീച്ചേഴ്സ് എന്നെ നിർബന്ധിക്കുകയാണ് ഓണം സെലിബ്രേഷന് വരാൻ പറഞ്ഞിട്ട്. ഫ്രൈഡേ ഞാൻ കുറെ ഒഴിയാനായിട്ട് നോക്കി, സാരിയില്ല, സെറ്റ് സാരിയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവര് തരാം, എന്തായാലും വരണം മിസ്സിനോടൊന്ന്. ഒരു എക്സ്പീരിയൻസ് അല്ലേ, നല്ലതല്ലേ, മുമ്പൊക്കെ. അവിടെ പോയിട്ട് ടൈം കിട്ടുവാണെങ്കിൽ ഞാൻ സെമിനാറിന് കേറാട്ടോ മിസ്. അല്ലെങ്കിൽ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ക്ലാസ് ആയാലും മതി, നെക്സ്റ്റ് വീക്ക് എന്തായാലും ഉണ്ടാവും. അപ്പൊ ആ സമയത്ത് എടുത്താലും മതി. ഓക്കെ മിസ്, താങ്ക് യു. ഓക്കെ, കുഴപ്പമില്ല. എന്നോട് പറഞ്ഞില്ലേ, അപ്പൊ എനിക്ക് നോട്ട് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഓണ സെലിബ്രേഷൻസ് വളരെ വളരെ എന്താ പറയാ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന, ഞാനിപ്പോ സ്മാർട്ട് സ്റ്റഡിയിൽ മാത്രമല്ല, ഞാൻ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൂടി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് ഓണം സെലിബ്രേഷൻ. അപ്പൊ പോണം, അതിന് വേണ്ടിയിട്ട് റെഡി ആയിട്ട് വന്നതാണ്. നിങ്ങൾ വിഷമിക്കില്ലേ, ഞാൻ ഓണം സെലിബ്രേഷൻ പ്ലാൻ ചെയ്ത് വന്നതല്ല കേട്ടോ. പച്ചി പറഞ്ഞതാ. കുഴപ്പമില്ല. പിന്നെന്താ പറയാൻ വന്നത് ഞാൻ, നമ്മളുടെ ഇവിടെ ഓണം സെലിബ്രേഷൻ ഒക്കെ ഉണ്ട്. 24th ഇനി ഓണമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരെയും കാണുള്ളൂ അല്ലേ. നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്നും മറക്കരുത്. ഓണം കഴിഞ്ഞ് വരുമ്പോ ഒരു പൊങ്കമായി ആയിരിക്കോ? ഇല്ല മാം. വർക്കുകളൊക്കെ തന്നിട്ടില്ലേ ലാസ്റ്റ് ക്ലാസ്സിൽ? ഉണ്ട് മാം. ഏതൊക്കെ തന്നിരിക്കുന്നേ? മിസ് ബാലൻസ് എല്ലാം ചെയ്യാൻ പറഞ്ഞു. പിക്ചർ വീലും നമ്പർ വീലും ഉണ്ടല്ലോ, അത് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതും കൂടി ഒന്ന് കാണിച്ചു തരാട്ടെ, പിക്ചർ വീലും നമ്പർ വീലും. പിക്ചർ വീൽ എന്ന് പറയണതേ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു എന്താ പറയാ മെറ്റീരിയൽ ആണ് പിക്ചർ വീൽ. നമുക്ക് വേണമെങ്കിൽ സെൻസ് ഓർഗൻസ് യൂസ് ചെയ്ത് പിക്ചർ വീൽ ചെയ്യാം. പിക്ചർ വീൽ പോലെ സെൻസ് ഓർഗൻസ് ചെയ്യാൻ പറ്റും. ദെൻ എന്താണ്, അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ട് ബോഡി മൂവ്മെന്റ്സിനെ കുറിച്ചിട്ടല്ലേ ടെസ്റ്റ്. ഞാൻ ബോഡി മൂവ്മെന്റ്സിന്റെ പിക്ചർ വീൽ എടുക്കാം. റണ്ണിങ് ഒക്കെ ഉണ്ടല്ലോ, റണ്ണിങ്, ജമ്പിങ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അത് എഴുതുകയും വേണം കേട്ടോ. ജസ്റ്റ് ഞാൻ എക്സാമ്പിൾ എടുത്തത് കാണിച്ചു തന്നെ എന്റെ പിക്ചർ വീലിന്. കാണാൻ പറ്റുന്നില്ല അല്ലെ? ഒരു മിനിറ്റ് ഷെയർ ചെയ്യാവേ. കണ്ടോ? ഇങ്ങനെ ഒരു റൗണ്ടിലായിരിക്കും നമ്മൾ പിക്ചർ വീലിന് കിട്ടാനായിട്ട് എന്താ ചെയ്യാൻ പറ്റാം, ഈ നമ്മൾ റൗണ്ട് കളറിൽ ഏതെങ്കിലും കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, എന്തെങ്കിലും ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ നമ്മൾ റൗണ്ട് കളറിൽ കാർഡ്ബോർഡ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പൊ ഫ്ലവേഴ്സ് ആവാം, അല്ലെങ്കിൽ പിക്ചർ വീല്, 2 വീല് വേണം നടുക്കായിട്ട്. ഒരു വീലും പിന്നെ ഒരു കുഞ്ഞു വീലും കൂടി വേണം. നമ്പർ വീല് കാണിച്ചുതരാം, കുറച്ചും കൂടി മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു. മിസ് ഓരോ പിക്ചറിലും അതിന്റെ പേര് എഴുതണമെന്നാണോ പറയണേ? അതെ, പിക്ചറിൽ 1 മിനിറ്റ് ഞാനിപ്പോ വരാവേ. 1 മിനിറ്റ് ഇവിടെ ഉണ്ടോന്ന് നോക്കിട്ട് വരാം കേട്ടോ. 1 മിനിറ്റ്. ഇന്ന് എല്ലാവരും ഒന്ന് സൈലന്റ് ആയിട്ടിരിക്കുക. ഓണത്തെ കുറിച്ച് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് തരാം കേട്ടോ. പ്രിപ്പയർ ചെയ്തോ.
വേറെ ആരെങ്കിലും പ്രോഗ്രാം അവതരിപ്പിക്കുന്നുണ്ടോ? സ്വപ്നേച്ചി എന്തോ ഞാനൊരു പാട്ട് പാടിയേക്കാം, അല്ല എന്റെ പ്രോഗ്രാമാ. രേവതി രേവതി ഐശ്വര്യ ഉണ്ടല്ലോ, ജോസ്മിൻ, ഗീത, പിന്നെ ആരാണ്, നയന, വിദ്യ. ഞാനൊരു പാട്ട് പാടാം. അപ്പം രണ്ടുപേരായി. നമുക്ക് എന്നത്തേനെ പറഞ്ഞത്? നമുക്ക് അടുത്ത പുരാഴ്ചത്തേനല്ലേ? നമുക്ക് ഇന്നാണ്. ഇപ്പൊ പാട്, ഇന്നാണോ? ഏതേലും പാട്. ഓക്കെ ഓക്കെ. രേവതി ഞാനില്ല, ഇല്ല, എന്തെങ്കിലും. ഷോപ്പിലാ, അതെ, ശരി. ഷോപ്പിലാണ്. നികിത ഇനിയിപ്പോ സമയമില്ലല്ലോ, 12:09 ഞാനെന്തോ എനിക്കറിയില്ല പാടാൻ. ഓ, നമുക്ക് ഈ സമയം കിട്ടത്തില്ല. പാട്ട് തന്നെ ഒരു 10 മിനിറ്റ്, 5-6 മിനിറ്റ് അത് എടുക്കത്തില്ല. കുഴപ്പമില്ല, ഒരു 4 വരി പാടിയാ മതി. എനിക്കും പാടാൻ അറിയൊന്നുമില്ല, നന്നായിട്ട് അറിയുന്ന പോലെ പാടാം. അതെ, അറിയുന്ന പോലെ പാടാം. മറ്റേ ഡ്രസ്സിങ് ഫ്രെയിമിന്റെ കാര്യം ചോദിക്കോ? അത് 5 ഉണ്ടാക്കണോ? 5 മിസ് പറഞ്ഞത്, ഒരു ഫ്രെയിമും 5 ഇതായിട്ട് ക്ലോത്ത്. 5 ഉണ്ടാക്കണം അല്ലേ? ഓക്കെ, നോക്കി നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. നമ്പർ പിക്ചർ വീലാണ് ഈ കാണുന്നത് കേട്ടോ. ഇതില് നമ്മൾ പിക്ചർ എഴുതിയിട്ടുണ്ട്, കണ്ടോ? പിക്ചർ ഫോട്ടോ വന്നിട്ടുണ്ട്. ഇവിടെ കുഞ്ഞു വീലില് പിക്ചറിന്റെ പേരുകൾ എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് നോക്കി. റോസ് എങ്ങനെയാ നിങ്ങൾ തിരിഞ്ഞല്ലേ കാണുന്നത്? ഞാനും അതെ തിരിഞ്ഞാണ്. ഇപ്പൊ റോസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു വീല് കുട്ടികൾ ഇങ്ങനെ ചെയ്ത് റോസിന് നേരെ വരും. ആപ്പിൾ എന്ന് പറയുമ്പോൾ ആപ്പിളിന് നേരെ വരും. നമ്മള് ചെയ്യാറില്ല ഇങ്ങനത്തെ പിക്ചർ വീല്, കണ്ടോ? ക്ലിയർ ആയ പിക്ചർ വീല്. റൗണ്ട് ചെറിയൊരു കുഞ്ഞു വീല്, അതിലായിരിക്കണം പേര് എഴുതേണ്ടത്. ഇനി അടുത്തതാണ് നമ്മളെ നമ്പർ വീല്. കാണാൻ പറ്റുന്നുണ്ട് നമ്പർ വീല്? കുറച്ച് പഴയതാണേ. അപ്പൊ ഇതില് നമ്പേഴ്സ് ചെയ്തിട്ടുണ്ട്. സോറി കേട്ടാ, സോറി. നമ്മുടെ കുഞ്ഞു വീലില് നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. നമ്പേഴ്സ് കണ്ടോ? നമ്പേഴ്സ് 1, 2, 3. നമ്മള് 2 എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് ഓർഡറിൽ കറക്റ്റ് ആണ്, ഇങ്ങനെ കറക്റ്റ് ചെയ്ത് വെക്കണം. ഇതുണ്ടോ? ഇപ്പൊ ഇത് 1 എന്നാണ് ഇരിക്കുന്നത്. കാണുമ്പോൾ എന്തോ 4 ആയിട്ട് തോന്നുന്നുണ്ട്. 1 ട്രയാങ്കിളിന്റെ ഒപ്പം 2, 2. 3 എന്ന് പറയുമ്പോൾ 3 സ്ക്വയർ. 4 എന്ന് പറയുമ്പോൾ മാംഗോന് നേരെ. അങ്ങനെ ആ ഒരു നമ്പറിനനുസരിച്ച് ആ ഒരു ഓർഡറിൽ ചെയ്യണം. ഓക്കെ, ചെയ്തോ? മനസ്സിലായത്? അപ്പൊ ഇതാണ് നമ്പർ വീല്, ഇതാണ് എന്ത് പിക്ചർ വീല്. ക്ലിയർ ആണോ? മാം ഏതെങ്കിലും ഒന്നും ചെയ്താൽ രണ്ടും ചെയ്യണം. രണ്ടും ചെയ്യണം. ഒന്ന് പിക്ചർ വീലും ഒന്ന് നമ്പർ വീലും. നമ്പർ ചാർട്ടൊക്കെ ചെയ്തില്ല, അതേപോലെയാണ് നമ്പർ വീല് വരുന്നത്. പിക്ചർ വീല് 2 കമ്പൽസറി ആയിടാം. നമ്മുടെ 2 മെറ്റീരിയലും നമുക്ക് വേണ്ട മെറ്റീരിയൽ. മിസ്സേ വരയ്ക്കുകയും ചെയ്യാല്ലേ? വരയ്ക്കാം. ഇതില് വരച്ചിരിക്കുകയാണ്, ഇതൊക്കെ വരച്ചിരിക്കുന്നത്. നമ്പർ വീല് ഫുള്ളും വരച്ചിരിക്കുന്നത്, ഡ്രോ ചെയ്തിരിക്കുന്നതാ. മാംഗോ ഒക്കെ കണ്ട. മാം, പിക്ചർ വീല് ഞാൻ ചെയ്തായിരുന്നു. ആണോ? കാണിക്കട്ടെ? ചെയ്തു കാണിച്ചോ. ഓക്കെ, കണ്ടോ? പേര് എഴുതിയിട്ടില്ലേടാ? ഇല്ല, പേര് എഴുതണം. പേര് എഴുതിയിട്ട് കുഞ്ഞു വീലും കൂടി സെറ്റ് ചെയ്യാം കേട്ടോ. ശരി. അപ്പൊ ഓക്കെ, മനസ്സിലായോ? ഈ 2 മെറ്റീരിയലും ഈ പിക്ചർ വീലിൽ നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്ചേഴ്സ് ആഡ് ചെയ്യാം കേട്ടോ. ഇതില് സൺഫ്ലവർ ഉണ്ട്, വാട്ടർമെലൺ ഉണ്ട്, എന്താണ് ബേർഡ്, മരം ഉണ്ട്, ഫ്ലവേഴ്സ്, ലോട്ടസ് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, കോക്കനട്ട് ഉണ്ട്, ദെൻ റോസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്ചേഴ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതിന്റെ പേര് ഈ ഒരു കുഞ്ഞു വീലില് വേണം എന്നുള്ളൂ. ഓക്കെ ആണല്ലോ? ദെൻ നിങ്ങക്ക് ഈ വരുന്ന ശനിയാഴ്ച അശ്വതി മിസ്സിന്റെ പ്രാക്ടിക്കൽ ക്ലാസ് ഉണ്ടാവും കേട്ടോ. അശ്വതി മിസ്സിന് അറിയാലോ എല്ലാവർക്കും. PG എടുക്കുന്ന മിസ്, ഇംഗ്ലീഷല്ല, നമ്മളുടെ സബ്ജക്ട് എടുക്കുന്ന അശ്വതി മിസ്സിന്റെ പ്രാക്ടിക്കൽ ക്ലാസ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എല്ലാവരും പ്രാക്ടിക്കൽ ക്ലാസ്സിന് വരുന്നതിന് മുമ്പ് മോണ്ടിസോറി പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ ഒന്ന് റീഡ് ചെയ്തിട്ട് വേണം വരാനായിട്ട്. മൊഡ്യൂൾ 3 ഉണ്ടല്ലോ, മൊഡ്യൂൾ 3
അതില് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. 5 ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മാത്തമാറ്റിക്കൽ ഏരിയ, സെൻസോറിയൽ ഏരിയ, ലാംഗ്വേജ് ഏരിയ, ദെൻ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ ആൻഡ് കൾച്ചറൽ ഏരിയ. അത് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ റീഡ് ചെയ്തിട്ട് വേണം വരാൻ കേട്ടോ. ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് പോയാൽ മതി. എക്സാം പോയിന്റ് ഓഫ് വ്യൂ അത് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കില്ല, പക്ഷെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചിരുന്നാൽ മതി കേട്ടോ. ഒന്ന് ജസ്റ്റ് വായിച്ചൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം എന്താണ് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ എന്നും വൈ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ നമ്മുടെ കുട്ടികളുടെ ലൈഫിൽ ഇത്ര ഇമ്പോർട്ടന്റ് എന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് അത് പറയുന്നത്. ഓക്കെ ഓക്കെ ദെൻ ഇനി നമ്മുടെ അച്ചു ഓണത്തെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമസ്കാരം മാം. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. ഇപ്പം ഓണം അടുക്കാറായി. ഓണത്തെ നമ്മൾ വരവേൽക്കുവാണ്. അപ്പം എന്റെയും എൻ്റെ കൂട്ടുകാരുടെയും എൻ്റെ കുടുംബത്തിന്റെ വക എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. അപ്പം ഐശ്വര്യത്തിന്റെ സമൃദ്ധിയുടെയും ഓണമാണ് ഇനി വരാൻ പോകുന്നത്. എല്ലാവർക്കും ഓണാശംസകൾ. അപ്പൊ കേരളക്കരെ ആകെ ഒറ്റുനോക്കുന്ന ഒരു ദേശീയോത്സവമാണ് ഓണം. മഹാബലിയുടെ ഓർമ്മയ്ക്കാണ് ഈ ഓണം കൊണ്ടാടുന്നത്. ലോകത്തിന്റെ നാനാഭാഗത്തുള്ള മലയാളികൾ ജാതിപത ഭേദമന്യേ എല്ലാരും കൊണ്ടാടുന്ന ഒരു ആഘോഷമാണിത്. വാമന വിജയന്റെ അടിസ്ഥാനമാക്കി ഇത് ക്ഷേത്രങ്ങളിലാണ് ആദ്യമായിട്ട് നടന്നു വന്നത് തുടങ്ങിയതെങ്കിലും പിന്നീട് അത് ഗാർഹികോത്സവമായി മാറി. ചിങ്ങമാസത്തിലെ അത്തം നക്ഷത്രം മുതൽ തുടങ്ങുന്ന ഓണാഘോഷം തിരുവോണ നാളിൽ പ്രാധാന്യത്തോടെ ആഘോഷിക്കുകയും ചതയം നാൾ വരെ നീണ്ടു നിൽക്കുകയും ചെയ്യുന്നു. തൃക്കക്കരയാണ് ഓണത്തപ്പന്റെ ആസ്ഥാനം. ഒന്നിലധികം ഐതിഹ്യങ്ങളുള്ള ആഘോഷമാണ് ഓണം. പ്രധാന ഐതിഹ്യം മഹാബലിയുടേതാണ്. ദേവന്മാരെ പോലും അസൂയപ്പെടുത്തുന്നതിനായിരുന്നു മഹാബലിയുടെ ഭരണകാലം. ഈ കാലത്ത് മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആയിരുന്നു. കള്ളവും ചതിയും പൊടിവചനങ്ങളും ഇല്ലായിരുന്നു. എങ്ങും എല്ലാവർക്കും സമൃദ്ധിയായിരുന്നു. മഹാബലിയുടെ ഐശ്വര്യത്തിൽ അനുകൂലങ്ങളായ ദേവന്മാർ മഹാവിഷ്ണുവിന്റെ സഹായം തേടി. മഹാബലി വിശ്വജിത്ത് എന്ന യാഗം ചെയ്യവേ വാമനനായി അവതാരമെടുത്ത മഹാവിഷ്ണുവിനും ഭിക്ഷയായി 3 അടി മണ്ണ് ആവശ്യപ്പെട്ടു. അപ്പൊ ഇത് ഇങ്ങനെ ഈ ഓണത്തെക്കുറിച്ചുള്ള അറിവുകൾ എല്ലാവർക്കും ഓണം ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഓണം അടിച്ചു പൊളിക്കുക. അപ്പം ഐശ്വര്യത്തിന്റെയും സമ്പദ് സമൃദ്ധിയുടെയും എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. എന്റെയും എൻ്റെ ഫ്രണ്ട്സിന്റെയും എൻ്റെ കുടുംബത്തിന്റെ എല്ലാവർക്കും ഓണാശംസകൾ. ഓണം പോയി അടിച്ചു പൊളിക്കുക, എല്ലാവരും ആഘോഷമാക്കുക. നന്ദി നന്ദി നന്ദി. ഓക്കെ അച്ചു, നന്നായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു പ്രസന്റേഷൻ. നിങ്ങൾ തന്നെ മാറ്റം വന്നുണ്ടോ? നമ്മൾ ആദ്യമൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോ ഈ മിസ് ഞാൻ ചെയ്യണോ എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവര് ഇപ്പോ ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിയപ്പോൾ നല്ല കോൺഫിഡൻസോട് കൂടി വന്ന് ഓണാശംസകളൊക്കെ പറയുമ്പോ ഒരു എന്താ പറയാ സ്മാർട്ട്നെസ്. ബാക്കിയുള്ളവരൊക്കെ എന്താ പറയാത്തെ? എല്ലാവർക്കും പറയാം. മിസ് ഞാനൊരു പാട്ട് പാടാം. ഓക്കെ ഓക്കെ. ആദ്യം തന്നെ സ്മാർട്ട് ശ്രീക്കും അപർണ മിസ്സിനും എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലത്തെ എല്ലാ ടീച്ചേഴ്സിനും ഞങ്ങളുടെ MT20 വകയും അതുപോലെ തന്നെ ഇതുവരെ പഠിച്ചിറങ്ങിയ എല്ലാ കുട്ടികളുടെ പേരില് ഓണാശംസകൾ. ഓക്കെ. തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി കുടമുല്ലപ്പൂവിനും മലയാളി പെണ്ണിനും ഉടുക്കാൻ വെള്ളപ്പുടവ കുളിക്കാൻ പനിനീർ ചോല കൂന്തൽ മീനുക്കാൻ ഞാറ്റുവേല കൂന്തൽ മീനുക്കാൻ ഞാറ്റുവേല
ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ നിന്നെ തഴുകാനായി കുളിർ കാറ്റിൻ കുഞ്ഞിക്കൈകൾ. ഓണവില്ലിൽ ഊഞ്ഞാലാടും വണ്ണാത്തിക്കിളി നിന്നെ പുൽകാനായി കൊതിയൂറും മാരിക്കാറ്റും. പൂവേണം പൂപ്പട വേണം പൂവിളി വേണം പൂണാരം ചാർത്തിയ കന്നിപ്പൂമകൾ വേണം. കുന്നത്തെ കാവിൽ നിന്നും തേവരെ താഴെ എഴുന്നള്ളുന്നേ ഓരോരോ മഞ്ചൽ മൂളിപ്പോരുന്നുണ്ടേ മൂളിപ്പോരുന്നുണ്ടേ. കുട്ടനാടൻ പുഞ്ചയിലെ കൊട്ടു പെണ്ണെ കുയിലാളെ കൊട്ടു വേണം കുഴൽ വേണം കുരവ വേണം. ഓ തിത്തിത്താരാതിത്തിത്തേ തിത്തേ തകതേതേതും വരവേൽക്കാൻ ആളു വേണം കോടി തോരണങ്ങൾ വേണം വിജയശ്രീലാളിതരായി വരുന്നു ഞങ്ങൾ. ഓ തിത്തിത്താരാതിത്തിത്തേ തിത്തേ തകതേതേതും ഓ തിത്തിത്താരാതിത്തിത്തേ തിത്തേ തകതേതേതോ. ഓക്കെ, എല്ലാവർക്കും ഹാപ്പി ഓണം. ഇനി അടുത്താരാണ് ഓണാശംസകൾ പറയുന്നത്? മിസ്സേ ഞാനൊരു പാട്ട് പാടാവേ. ഓക്കെ. പൂന്തേനരുവി പൊന്മുടിപ്പുഴയുടെ അനുജത്തി നമുക്കൊരേ മോഹം നമുക്കൊരേ ദാഹം നമുക്കൊരേ താളം. പൂന്തേനരുവി ഒരു താഴ്വരയിൽ ജനിച്ചു നമ്മൾ ഒരു പൂന്താനലിൽ വളർന്നു. ഒരു താഴ്വരയിൽ ജനിച്ചു നമ്മൾ ഒരു പൂന്താനലിൽ വളർന്നു. പൂനിലവലക്കിയ പുളിയിലക്കരയുള്ള പുടവയുടുത്ത് നടന്നു നമ്മൾ പൂക്കളെടുത്ത് നടന്നു. ഓർമ്മകൾ മരിക്കുമോ ഓളങ്ങൾ നിലയ്ക്കുമോ. പൂന്തേനരുവി പൊന്മുടിപ്പുഴയുടെ അനുജത്തി നമുക്കൊരേ മോഹം നമുക്കൊരേ ദാഹം നമുക്കൊരേ താളം. പൂന്തേനരുവി. എല്ലാവർക്കും എന്റെ ഓണാശംസകൾ. ഓക്കെ, ഞാനൊരു പാട്ട് പാടാം. ആദ്യം തന്നെ അപർണ മിസ്സിന് ഞങ്ങൾ MT20 ബാച്ചിലെ എല്ലാ വിദ്യാർത്ഥികളുടെ പേരിൽ ഓണാശംസകൾ നേരുന്നു. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തെങ്ങാർക്കുമോട്ടില്ല താനും. ആദികൾ വ്യാധികളൊന്നുമില്ല ബാലമരണങ്ങൾ കേൾപ്പാനില്ല. ഓക്കെ, എല്ലാവർക്കും ഓണാശംസകൾ. നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളല്ലേ, അപ്പൊ അവരുടെ ഒരു എക്സ്പ്രഷനും ആ ആറ്റിറ്റ്യൂഡൊക്കെ വെച്ചിട്ട് മറ്റേ ഓണം വന്നില്ല പാട്ടും എന്റെ രീതിയിൽ അവതരിപ്പിച്ച് കാണിക്കാമേ. മ്യൂട്ടാടാ മ്യൂട്ടാ. ഓക്കെ, എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഞാനിവിടെ പാടുന്ന ഓണം വന്നല്ലോ. ഓണം വന്നല്ലോ കൊടിയുട്ടല്ലോ ഓണം വന്നല്ലോ. ഒരു മിനിറ്റ്, ഞാൻ ഇങ്ങനെ പറയുമ്പോ ശേഷം ഓണം വന്നല്ലോ ഊഞ്ഞാലിട്ടല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. ഞാനിവിടെ പാടുന്ന ഓണം വന്നല്ലോ. ഓണം വന്നല്ലോ ഊഞ്ഞാലിട്ടല്ലോ
കോഴി ഉടുത്തല്ലോ ഉണ്ണിച്ചാടി മരിഞ്ഞല്ലോ കൂട്ടുകാരെ വരുന്നില്ലേ വീട്ടിലിരുന്നാലോ സദ്യ വരും മുമ്പേ ഉണ്ണിപ്പന്ത് കളിക്കണ്ടേ കൂട്ടുകാരെ വരുന്നില്ലേ വീട്ടിലിരുന്നാലോ സന്ധ്യ വരും മുമ്പേ ഉണ്ണിപ്പന്ത് കളിക്കണ്ടേ. അപ്പൊ ഓൺലൈനിലേക്കൂടെ ആയാലും ഇങ്ങനെ ഞങ്ങക്ക് ഈ അവസരം തന്നതിൽ മിസ്സിനോട് നന്ദിയുണ്ട്. പിന്നെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നെക്സ്റ്റ് ആരാണ്? ബാക്കി ആരും പറയുന്നില്ല ഓണാശംസകളൊന്നും. നന്നായിട്ട് പാട്ടോടെ വരുന്നല്ലോ എല്ലാവരും. ഒന്നും മിണ്ടാണ്ട് ദേവതി പറഞ്ഞോടാ. ഞാനൊരു പാട്ട് പാടാം. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. മാവിൻ കൊണ്ടേറും ഒരു പൂവാലിക്കുയിലേ വരവായ തിരുവാവണിരാവ് മലയാള ചുണ്ട് മലരോണ പാട്ട്. പൊതിപ്പൂവേ പൊതിപ്പൂവേ പൂവേ എല്ലാവർക്കും എന്റെ ഓണാശംസ. ഞാനൊരു ചെറിയ സ്പീച്ച് പറയാം. ഓക്കെ, പറഞ്ഞോടാ. എല്ലാവർക്കും നമസ്കാരം. കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങളിലൊന്നാണ് ഓണം. മഹാബലി രാജാവിന്റെ ഓർമ്മ പുതുക്കുന്ന ഈ ഉത്സവം സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും പ്രതീകമാണ്. ഓണക്കാലത്ത് നമ്മൾ വീടുകളിലും സ്കൂളുകളും പൂക്കളം ഒരുക്കിയും ഓണസദ്യ കഴിച്ചും വിവിധ കലാപരിപാടികളിലും കളികളിലും പങ്കെടുത്തും ആഘോഷിക്കുന്നു. ഓണം നമ്മെ എല്ലാവരെയും ഒരുമിച്ച് സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ പഠിപ്പിക്കുന്നു. ജാതി മതഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന മനോഹരമായ ഉത്സവമാണ് ഓണം. ഈ ഓണം എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സമൃദ്ധിയും നിറയ്ക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ജോസ്മി യെസ് മിസ്. പറഞ്ഞോടാ. മിസ് ഞാൻ പാട്ട് പാടിയായിരുന്നു. ആണോ? ഞാൻ നേരത്തെ ക്യാമറ ഓൺ ചെയ്തപ്പോഴേ ഞാൻ വിചാരിച്ച മോനിന്റെ പറയാൻ വന്നതാണ്. ഓക്കെ, അത് ഞാൻ നേരത്തെ ക്യാമറ ഓൺ ചെയ്യാൻ മറന്നുപോയി മിസ്സേ. പാടാൻ നിന്നപ്പോ അത് പെട്ടെന്ന് ഉണ്ടായത്. അപ്പോ എന്റെ എല്ലാ പറഞ്ഞു. ഞാൻ ഓണത്തിന്റെ ചെറിയൊരു കഥ പറയാം. ഓക്കെ, ക്യാമറ കാണാക്കട്ടെ. മഹാബലി ചക്രവർത്തിയുടെ തന്റെ പ്രജകളെ സന്ദർശിക്കുന്ന സവിശേഷ സന്ദർഭത്തിന്റെ പ്രതീകമാണല്ലോ ഓണം. തിരുവോണ നാടിൽ താങ്കളുടെ മഹാരാജാവിനെ വരവേൽക്കുന്ന മലയാളികൾക്ക് മുഴുവനും 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവം ആഹ്ലാദഭരിതമായ കാലമാണ്. വീട്ടുമുറ്റങ്ങളിൽ വർണ്ണാഭമായ വിവിധതരം പൂക്കൾ നിരത്തി ഒരുക്കുന്ന മനോഹരമായ പൂക്കളങ്ങൾ സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ബോധമുണർത്തുന്നു. ഇതിനെയാണ് ഓണം പ്രതിനിധീകരിക്കുന്നത്. പുതുപുത്തൻ പട്ടുപാവാടകളും സ്വർണ്ണാഭരണങ്ങളും അണിഞ്ഞൊരുങ്ങി ആഘോഷത്തിന്റെ മാറ്റുകൂട്ടുന്ന സ്ത്രീ ജനങ്ങളെ കുറിച്ച് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഓണാഘോഷത്തിന്റെ ഓരോ ഭാഗവും കഴിഞ്ഞുപോയ ഈ പൂർവകാല മഹിമയെ കുറിച്ചുള്ള ഒരു സുഖസ്മരണയാണ്. വിഭവസമൃദ്ധമായ സദ്യയ്ക്കു പിന്നാലെ കൈകൊട്ടിക്കളിയും തുമ്പിതുള്ളലും കുമ്മാട്ടിക്കളി, പുലികളി തുടങ്ങിയ നാടൻ പ്രകടനങ്ങളുമെല്ലാം അരങ്ങേറുന്നു. മഹാനായ അസുര സാമ്രാട്ടായിരുന്നു മഹാബലി. പാതാള ലോകത്തിൽ നിന്ന് തന്റെ രാജ്യങ്ങളിലേക്ക് തിരിച്ചു വരുന്നതിന്റെ സ്മരണയ്ക്കായി ആഘോഷിക്കപ്പെടുന്നതാണ് ഓണം.
പ്രഹ്ലാദന്റെ പൗത്രനായ മഹാബലി ജ്ഞാനത്തെ ആദരിച്ചിരുന്ന അതിശക്തനും പണ്ഡിതനുമായ മഹാരാജാവായിരുന്നു. ഒരിക്കൽ മഹാബലി ഒരു ജ്ഞാനം ആചരിച്ചു കൊണ്ടിരിക്കെ ഹ്രസ്വകായകനും തേജസ്വിയുമായൊരു ബാലൻ ജ്ഞാനശാലയിൽ പ്രവേശിച്ചു. ആചാരപ്രകാരം മഹാബലി ഒരു തേജസ്വിയായി ചെറുപ്പക്കാരനെ സ്വാഗതം ചെയ്ത് അവൻ എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു. തന്റെ കാൽച്ചുവടു കൊണ്ട് അളക്കാവുന്ന 3 അടി സ്ഥലം തരണമെന്നായിരുന്നു ആ ബാലൻ അപേക്ഷിച്ചത്. ഈ അതിഥി സാക്ഷാൽ മഹാവിഷ്ണുവല്ലാതെ മറ്റാരുമല്ലെന്ന് തന്റെ ഗുരുവായ ശുക്രാചാര്യൻ അപായ സൂചന നൽകിയിട്ടുപോലും ഗുരുവിനെ നിരാശപ്പെടുത്തിക്കൊണ്ട് മഹാബലി ഉടൻ തന്നെ ബാലന്റെ അപേക്ഷ സ്വീകരിച്ചു. ഐതിഹ്യപ്രകാരം 3 അടി സ്ഥലം വാഗ്ദാനം ചെയ്യപ്പെട്ട ഉടൻ വാമനൻ എന്നു പേരായ ആ കൊച്ചു ബാലൻ ത്രിവിക്രമൻ എന്നറിയപ്പെടുന്ന ഭീമാകാരമായ രൂപമെടുത്തുകൊണ്ട് തന്റെ ആദ്യ ചുവടിൽ ഭൂമിയെ മുഴുവനായി അളന്നു. അതിനുശേഷം 2ാം ചുവടിൽ ആകാശത്തെയും മുഴുവനായി അളന്നു. ഈ 2 ചുവടുകൊണ്ട് തന്നെ മഹാബലിയുടെ സാമ്രാജ്യം മുഴുവനായും ഭൂമിയും ആകാശവും അളക്കപ്പെട്ടു കഴിഞ്ഞു. 3ാം ചുവട് എവിടെയാണോ വെക്കേണ്ടതെന്ന് വാമനൻ മഹാബലിയോട് ചോദിച്ചു. വിഷ്ണു ഭക്തരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ പ്രഹ്ലാദന്റെ പൗത്രനായ മഹാബലി ചക്രവർത്തി 3ാം ചുവട് വെക്കുവാനായി തികഞ്ഞ ഭക്തിയോടെയും സമർപ്പണഭാവത്തോടെയും തന്റെ ശിരസ് ആനന്ദപൂർവ്വം വാഗ്ദാനം ചെയ്തു. അദ്ദേഹത്തിന്റെ സമർപ്പണ ഭാവത്തിന്റെ അംഗീകാരമെന്ന നിലയിൽ മഹാവിഷ്ണു അദ്ദേഹത്തെ അടുത്ത മാന്യന്തരത്തിൽ ഇന്ദ്രനായി വാഴിക്കണമെന്ന് അനുഗ്രഹിച്ചുകൊണ്ട് പാതാളത്തിലേക്ക് പറഞ്ഞയച്ചതോടെ പാതാളത്തിന്റെ കവാടത്തിൽ താൻ സ്വയം കാവൽ നിൽക്കുമെന്ന് വാഗ്ദാനം ചെയ്തു. കൂടാതെ പ്രജകളുടെ അപേക്ഷ മാനിച്ചുകൊണ്ട് മഹാവിഷ്ണു മഹാബലിക്ക് വർഷത്തിൽ ഒരിക്കൽ പ്രജകളോടൊത്തുചേരുന്നതിനായി പാതാളത്തിൽ നിന്ന് തന്റെ രാജ്യത്തിലേക്ക് തിരിച്ചു വരാനുള്ള അനുവാദം നൽകി. ആ ദിവസമാണ് ഓണമായി നമ്മൾ ആഘോഷിക്കുന്നത്. വാമനാവതാരം എന്ന ഈ ഐതിഹ്യം പൗരാണികമാണ്. അതായത് ഒരു നിഗൂഢ സത്യത്തിന്റെ പ്രകാശനം. ചരിത്രപരമോ വൈജ്ഞാനികമോ ആയ സംഭവ വികാസങ്ങളിൽ നിന്നുള്ള ഒരു ഗുണപാഠം ഒരു കഥയിൽ ഉൾക്കൊള്ളിക്കപ്പെട്ടത്. മഹാബലി മഹാനായ ഒരു അസുര സാമ്രാട്ടായിരുന്നു. ഭൂമിയിൽ തനിക്ക് കാണാവുന്നത്തോളം വിസ്തൃതിയുടെ അധീപനായിരിക്കുകയും അജയ്യനായി ഗണിക്കപ്പെടുകയും ചെയ്തിരുന്നതിനാൽ അദ്ദേഹം അഹങ്കാരിയുമായിരുന്നു. അഹങ്കാരം എന്നത് ഈ ഭൂമിയോളവും ആകാശത്തോളവും വളർന്നു വലുതാകുവാൻ കഴിവുള്ള ഒന്നാണ്. ഈ അഹങ്കാരത്തെ കീഴടക്കുന്നതിനായി ജ്ഞാനവും വിനയവും സഹായിക്കുന്നു. വാമനൻ ചെയ്തതുപോലെ ലളിതമായി 3 ചുവടുകളിലുള്ള അഹങ്കാരത്തെ കീഴടക്കുവാൻ കഴിയും. എല്ലാവർക്കും എന്റെ ഓണാശംസകൾ. ഓണം പോയി നല്ല ആഘോഷമാക്കി കൊണ്ടാടുക. താങ്ക് യു. ഓക്കെ, ഞാൻ ഓണാശംസകൾ പറഞ്ഞില്ലല്ലോ. വിദ്യ. എനിക്ക് പരിപാടി അവതരിപ്പിക്കണം നല്ല ആഗ്രഹമുണ്ട്. ഇത് കാണുമ്പോ നല്ല സന്തോഷം തോന്നുന്നുണ്ട്. പക്ഷെ ഇവിടെ ഓഫീസിലായതുകൊണ്ട് പറ്റത്തില്ല. പരിപാടി അവതരിപ്പിച്ചതെല്ലാം നന്നായിട്ടുണ്ട്. ഇങ്ങനെ ഒരു പരിപാടി കണ്ടക്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം തന്നതിന് ടീച്ചർക്ക് നന്ദിയുണ്ട്. എല്ലാവർക്കും ഓണാശംസകൾ. ആശംസകൾ എല്ലാരും പറഞ്ഞല്ലോ, ഞാനും പറഞ്ഞോട്ടെ. അപ്പോ പുലരിപ്പൂക്കൾ പോലെ നല്ല മനോഹരമായിട്ടുള്ള നല്ല പൂക്കളായിട്ട് നിങ്ങൾക്ക് മാറാൻ സാധിക്കട്ടെ ഈ ഒരു വർഷത്തോടു കൂടി. എല്ലാവർക്കും നല്ല ഒരു എന്താ പറയാ എന്റെ ഹൃദയത്തിൽ നിന്നുള്ള നിറഞ്ഞ ഓണാശംസകൾ. ഓക്കെ, ഓണൊക്കെ അടിച്ചു പൊളിച്ച് സെലിബ്രേറ്റ് ഒക്കെ ചെയ്തിട്ട് കുട്ടികൾ അടുത്ത ഓണ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. താങ്ക് യു മിസ്. താങ്ക് യു.